പ്രിയപ്പെട്ടവരെ, ടി കെ ഓർക്കുന്നു. ഞങ്ങൾ എന്ന് പറഞ്ഞുകൂടെ ഇവിടെ കൂടിയിരിക്കുന്ന മിക്കവാറും പേര് ഞങ്ങളുടെ തലമുറ ഒരുപക്ഷെ ഈ വിദ്യാർത്ഥി രാഷ്ട്രീയത്തിൽ നിന്ന് ഒരു മുതിർന്ന രാഷ്ട്രീയത്തിലേക്ക് പൊടുന്നനെ ഞെട്ടി ഉണർന്നത് ബാബറി മസ്ജിദിൻ്റെ തകർച്ചയോടുകൂടിയാണ്. 92 ബാബറി മസ്ജിദ് പൊളിഞ്ഞു വീണപ്പോഴാണ് ക്യാമ്പസ് എന്ന് പറയുന്നൊരു സ്ഥലം, അതിനുള്ളിൽ ഒതുങ്ങി നിന്നിരുന്ന രാഷ്ട്രീയ വിചാരം, അതിനുള്ളിൽ അത് ചെറുതായിരുന്നു എന്നൊന്നും പറയുന്നില്ല, രൂക്ഷമായ അതേ തരത്തിൽ നമ്മൾ അനുഭവിച്ചിരുന്ന ഒന്ന് തന്നെയാണ്. പക്ഷേ പെട്ടെന്ന് ലോകത്തിലേക്ക് എറിയപ്പെട്ടത് ബാബറി മസ്ജിദിൻ്റെ തകർച്ചയോടുകൂടി ആണെന്ന് പറയും. ആ കാലത്തോ അല്ലെങ്കിൽ അതിനു മുമ്പേ തന്നെ ടി കെ ഈ പറയുന്ന ഇന്ത്യൻ രാഷ്ട്രീയം എന്താവാൻ പോകുന്നു എന്ന് നിരന്തരം ഓർമ്മിപ്പിച്ചിരുന്നു. ടി കെയും ഡോക്ടർ കെ എൻ പണിക്കരുമാണ് ശരിക്കും പറഞ്ഞാൽ ഒരു ഗ്രാംഷിയൻ രീതിയിൽ ഇന്ത്യൻ സമൂഹത്തെ നോക്കിക്കാണാൻ ആദ്യം ശ്രമിച്ചിട്ടുള്ള 2 പേരെന്ന് പറയും. ടി കെയുടെ പുസ്തകം പല ലേഖനങ്ങൾ അവസാനം ഇച്ഛയുടെ ശുഭാപ്തി എന്ന് പറയുന്ന തരത്തിൽ അത് കളക്റ്റഡായിട്ട് കൊടുങ്ങല്ലൂർ TN ജോയ് ഫൗണ്ടേഷൻ ഇറക്കിയ പുസ്തകം, എല്ലാ ലേഖനങ്ങളും ഈ വർഗീയ വിരുദ്ധ ലേഖനങ്ങളൊക്കെ ശേഖരിച്ച് അത്തരം ഒരു പുസ്തകമാക്കി ഇറക്കി. അതിനു മുമ്പ് പല പുസ്തകങ്ങളിലായിട്ട് ചെതറിക്കിടന്നിരുന്ന ഇതൊക്കെ വായിച്ചാലും കെ എൻ പണിക്കരുടെ കൾച്ചർ ഹെഗിമണി ഐഡിയോളജി എന്ന് പറയുന്ന പുസ്തകമാണ് യഥാർത്ഥത്തിൽ ഒരു ഗ്രാംഷിയൻ രീതിയിൽ നമ്മുടെ ഒരു ഇന്ത്യൻ രാഷ്ട്രീയത്തെയും അല്ലെങ്കിൽ ഫാസിസത്തെയും ഒക്കെ അപഗ്രഥിക്കാനുള്ള ഒരുപാട് ശ്രമങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആദ്യത്തെ ഒരു സമഗ്ര ശ്രമം നമുക്ക് പറയാൻ പറ്റും. ടി കെക്ക് ഈ പറയുന്ന ഇവിടെ എല്ലാവരും പറഞ്ഞ് ക്രാന്തദർശിത്വം എവിടെ നിന്ന് കിട്ടിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഒരർത്ഥത്തിൽ RSSന്റെ വളർച്ച കൊണ്ട് മാത്രമല്ല, മറിച്ച് ഒരു പൊളിറ്റിക്കൽ കമ്മ്യൂണിറ്റി എന്ന് പറയുന്ന ആശയം, ഒരു രാഷ്ട്രീയ സമൂഹം എന്ന് പറയുന്ന ആശയം ദൈനംദിനം അത് വീഴുന്നത്, അത് താഴേക്ക് പോകുന്നത് കണ്ടു നിൽക്കുന്നത് കൂടി അത്തരം ഒരു കാഴ്ച കൂടി ഉള്ളത് കൊണ്ടാണ് ടി കെക്ക് ഇത് വളരെ വേഗത്തിൽ പ്രവചിക്കാൻ സാധിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ഒരു വർഗീയ ഫാസിസവും അല്ലെങ്കിൽ ഒരു മതാധിഷ്ഠിത ഫാസിസവും ഒരു പകർച്ചവ്യാധി പോലെ സമൂഹത്തിൽ പകരില്ല, അല്ലെങ്കിൽ അത്രമേൽ പടർന്ന് പിടിക്കില്ല ഒരു പ്രബുദ്ധതയുള്ള സമൂഹമാണെങ്കിൽ. ഈ പ്രബുദ്ധത എന്ന് പറഞ്ഞാൽ നമ്മുടെ ഉദാസീനതയിൽ കൂടിയാണ് ഫാസിസം വേര് പിടിക്കുന്നതെന്ന് ആദ്യം മനസ്സിലാക്കി പറയുകയും ചെയ്തിട്ടുള്ള ഒരാൾ ടി കെ ആണ്. അത് വളരെ കൃത്യമായിട്ട് ടി കെക്ക് പൊളിറ്റിക്കൽ കമ്മ്യൂണിറ്റി എന്ന് പറയുന്ന ആശയം എന്ന് പറഞ്ഞാൽ രാഷ്ട്രീയ പ്രബുദ്ധമായ സമൂഹം, രാഷ്ട്രീയ പാർട്ടികളല്ല, മറിച്ച് ഒരു സമൂഹം, രാഷ്ട്രീയ പ്രബുദ്ധമായ ഒരു സമൂഹം ഇല്ലെങ്കിൽ വളരെ പെട്ടെന്ന് അതിൽ കയറി പറ്റാൻ പറ്റുന്ന ഏക രാഷ്ട്രീയം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അതിനുള്ളിൽ ഏറ്റവും കൂടുതൽ സഞ്ചരിക്കാൻ പറ്റുന്ന ചാലകശേഷിയുള്ള രാഷ്ട്രീയം എന്ന് പറയുന്നത് ഫാസിസത്തിനാണെന്ന് വളരെ പെട്ടെന്ന് ടി കെക്ക് കണ്ടറിയാൻ സാധിച്ചിട്ടുണ്ട്. ഇത് കണ്ടറിഞ്ഞ വേറൊരാൾ എന്ന് പറഞ്ഞാൽ അംബേദ്കറാണ്. അംബേദ്കർ ഈ ഭരണഘടന സമർപ്പിക്കുന്ന അവസരത്തിൽ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്, ഈ പൊളിറ്റിക്കൽ ഡെമോക്രസി എന്ന് പറയുന്നത്, ഈ രാഷ്ട്രീയ ജനാധിപത്യം എന്ന് പറയുന്നത് 5 കൊല്ലം കൂടുമ്പോഴുള്ള തെരഞ്ഞെടുപ്പ്, ആ തെരഞ്ഞെടുപ്പിൽ കിട്ടുന്ന വോട്ടിന്റെ കണക്കിൽ കിട്ടുന്ന അധികാരം, ഇതൊന്നും അല്ലാന്ന് വളരെ ഈ അവസാനത്തെ അന്തിമ പ്രസംഗത്തിൽ ഊന്നി പറയുന്നുണ്ട്. ഇതൊക്കെ അതിൻ്റെ സാങ്കേതിക കാര്യങ്ങൾ മാത്രമാണ്. ഈ സാങ്കേതിക കാര്യങ്ങൾ അത്യന്താപേക്ഷിതാണ്, ഒരു ജനാധിപത്യത്തിൽ അത്യന്താപേക്ഷിതാണ്. പക്ഷേ അതിനു വേണ്ടിയുള്ള രാഷ്ട്രീയം അല്ലെങ്കിൽ അതായിത്തീരുന്ന രാഷ്ട്രീയം യഥാർത്ഥ ജനാധിപത്യത്തിൽ ഇല്ലായ്മയും. യഥാർത്ഥ ജനാധിപത്യം എന്ന് പറയുന്നത് അംബേദ്കർ ഊന്നി പറയുന്നു, ഇക്വാളിറ്റി, ഫ്രട്ടേണിറ്റി, ലിബർട്ടി എന്ന് പറയുന്ന 3 പ്രധാനപ്പെട്ട ആശയങ്ങൾ. അത് ഫ്രഞ്ച് വിപ്ലവം കൊണ്ടുവന്നതാണെന്നുള്ളതിന് അംബേദ്കർ അതിനെ നിരാകരിക്കുന്നു, വേറൊരു തരത്തിൽ നിരാകരിക്കുന്നുണ്ട്. നമ്മുടെ സൊസൈറ്റിയിൽ തന്നെ അതിൻ്റെ ട്രേസസ് ഉണ്ടാവുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. നമുക്ക് അതിലേക്കൊന്നും പോകണ്ട, അത്തരം താത്വികതയിലേക്കൊന്നും പോകണ്ട. മറിച്ച് ലിബർട്ടി, ഇക്വാളിറ്റി, ഫ്രട്ടേണിറ്റി എന്ന് പറയുന്ന 3 മൂല്യങ്ങളുടെ അടിസ്ഥാനത്തിൽ ഇന്ത്യൻ സൊസൈറ്റിയെ നിരന്തരം പുതുക്കി പണിയുന്ന പ്രോസസ്സാണ് യഥാർത്ഥത്തിൽ ജനാധിപത്യം എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാൽ സ്വാതന്ത്ര്യം എവിടെ നഷ്ടപ്പെടുന്നുവോ, സാഹോദര്യം എവിടെ തകരാറ് പറ്റുന്നുവോ,
അല്ലെങ്കിൽ തുല്യത എന്ന് പറയുന്ന ആശയത്തിന് എവിടെ പരിക്ക് പറ്റുന്നുവോ അവിടെ ജനാധിപത്യത്തിന് ഇടിവ് സംഭവിക്കും. അപ്പൊ അതിനു വേണ്ടി നിരന്തരം പ്രവർത്തിച്ചുകൊണ്ടിരിക്കണം. അതിന്റെ പുതിയ തുറകൾ ഇങ്ങനെ തുറന്നുകൊണ്ടിരിക്കും. ലിബർട്ടി എന്ന് പറയുന്ന ഒരു ആശയത്തിന് കാലത്തിലൂടെ വളർച്ച ഉണ്ടാവും. ഫ്രട്ടേണിറ്റി എന്ന് പറയുന്ന സാഹോദര്യം എന്ന് പറയുന്ന ആശയത്തിന് വളർച്ച ഉണ്ടാവും. തുല്യത എന്ന് പറയുന്ന ആശയത്തിന് വളർച്ച ഉണ്ടാവും. അതിനനുസരിച്ച് സമൂഹം എപ്പോഴും, പ്രത്യേകിച്ച് ഒരു ഹൈറാർക്കിക്കൽ സമൂഹമായിട്ടുള്ള ഇന്ത്യയിൽ അത് വളരെ ശ്രദ്ധയോടുകൂടി നോക്കിയിരിക്കുകയും അതിൽ ഇടപെടുകയും ചെയ്തില്ലെങ്കിൽ ഇന്ത്യയുടെ പൊളിറ്റിക്സ് പോവും. ഇന്ത്യയുടെ ആ പറയുന്ന സോഷ്യൽ ഡെമോക്രസി എന്ന് പറയുന്ന സാമുദായിക ജനാധിപത്യം എന്ന് പറയുന്ന ആശയം നഷ്ടപ്പെടും. അങ്ങനെ നഷ്ടപ്പെട്ടാൽ ഈ സാങ്കേതിക ജനാധിപത്യം എന്ന് പറയുന്നത് 5 കൊല്ലം കൂടുമ്പോൾ ഇലക്ഷൻ എന്ന് പറയുന്നത് ഒരു ഫ്രെയിം ആയിട്ട് മാത്രം നിൽക്കും, ഒരു ചട്ടക്കൂടായിട്ട് നിൽക്കും. അതിൻ്റെ ഉള്ളിൽ കൂടെ ഇന്നലെ ഇല്ലാത്ത ഫാസിസത്തിന് കയറിയിരിക്കാൻ പറ്റുന്നു വളരെ മുമ്പേ പ്രവചിക്കുന്നുണ്ട്. ഇത് തന്നെയാണ് വേറൊരർത്ഥത്തിൽ ടി.കെ. പറയാൻ ശ്രമിച്ചത്. ടി.കെ. കുറേ കൂടി മാർക്സിസ്റ്റ് ആയതുകൊണ്ട്, മാർക്സിസ്റ്റ് രീതിയിൽ നിന്നുകൊണ്ട്, പ്രത്യേകിച്ച് ഗ്രാംഷിയെ പോലെയുള്ള ഒരാളെ ഉപയോഗിച്ചുകൊണ്ട് വളരെ ഈ പറയുന്ന തരത്തിൽ നമ്മുടെ പൊളിറ്റിക്കൽ ബോധം, നമ്മുടെ രാഷ്ട്രീയ ബോധം കെടുമ്പോൾ അവിടെ കയറി പറ്റുന്നത് ആരാണെന്ന് നിരന്തരം പറഞ്ഞുകൊണ്ടിരുന്നു. ആ പറയുന്ന അന്ന് എത്ര പേർ കേട്ടു എന്ന് എനിക്കറിയില്ല. എനിക്ക് ഓർമ്മയുള്ള ടി.കെ. എന്ന് പറഞ്ഞാൽ മാറാട് കലാപത്തില് അതിന്റെ മുന്നിൽ നിന്നുകൊണ്ട് അതിനെ നയിച്ച മാറാട് കലാപത്തിന്റെ ആ വർഗീയ സ്വഭാവത്തെ തുറന്നു കാട്ടാൻ, അതിന്റെ ഫാസിസ്റ്റ് സ്വഭാവത്തെ തുറന്നു കാട്ടാൻ നിരന്തരം ഈ സെക്യുലർ കളക്റ്റീവ് എന്ന് പറയുന്ന ആശയമായിട്ട് ഇറങ്ങി നടന്ന ഒരു ടി.കെ. ആണ്. ആ ടി.കെ. ആണ് ഇന്ന് നമ്മൾ ഒരുപക്ഷെ ടി.കെ. ഉണ്ടായിരുന്നെങ്കിൽ ഓരോ ദിവസവും ഓർക്കുന്നത്. കാരണം നമ്മളൊക്കെ തന്നെ ഫാസിസത്തിനെതിരെ പറയുന്നുണ്ടെങ്കിൽ നിരന്തരമായിട്ട് ഈ ഒരു മലയാളി സൊസൈറ്റിയിലേക്ക് ഈ ഫാസിസത്തിന്റെ എലമെന്റ് കടത്തിവിടാനായിട്ട്, ഫാസിസത്തിന്റെ ഈ രോഗാണുവിനെ കടത്തിവിടാനായിട്ട് നിരവധി ഏജൻസികൾ പണിയെടുക്കുന്ന കാലം കൂടിയാണ്. ഇന്നലെ വെള്ളാപ്പള്ളി നടേശന്റെ പ്രസ്താവന നമ്മളെല്ലാവരും കേട്ടതാണ്. നമ്മൾ ഇതിനെ എങ്ങനെ കാണണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിനെ ഔട്ട്റൈറ്റ് ആയിട്ട് എതിർക്കാൻ കേരളത്തിലെ ഒരു സെക്യുലർ മനോഭാവമുള്ള ഒരാൾക്കും ഒരു നിമിഷം പോലും ആലോചിക്കേണ്ടതില്ല. പക്ഷെ നമ്മളൊന്ന് ആലോചിച്ച് നോക്കാം. ഒരു നവോത്ഥാനം തൊട്ടുള്ള നമ്മുടെ സാമൂഹ്യ ജീവിതത്തിന്റെ എന്താണത് ഇപ്പോൾ എത്തി നിൽക്കുന്ന സ്ഥലം എന്ന് നമ്മൾ ആലോചിച്ച് നോക്കുക. നമ്മളെല്ലാവരും സംശയിച്ചും മറച്ചും ഒക്കെയാണ്. മാധവൻകുട്ടി പറഞ്ഞ പോലെ ഇത് ഈ പറയുന്ന പോലെ ഇതിനെ ആലോചിക്കാൻ അര നിമിഷം കൂടി വേണ്ട. അപ്പം ആ സമയത്താണ് ടി.കെ.യുടെ ഈ പറയുന്ന സ്മരണ നമ്മൾ പുതുക്കുന്നതെന്ന് ഓർമ്മ വേണം. 2 തരം കാര്യങ്ങൾ നമുക്ക് ഇതിൽ പരിശോധിക്കേണ്ടി വരും. ഞാൻ വളരെ പെട്ടെന്ന് അവസാനിപ്പിക്കാം, ഒരുപാട് ആൾക്കാർ സംസാരിക്കാനുണ്ട്. ഒന്നാമത്തെ കാര്യം, ഈ ഭൂതകാലം എന്ന് പറയുമ്പോൾ നമ്മുടെ ഉള്ളിൽ നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഒരു സംഗതി ഉണ്ട്. ആ സംഗതിയാണോ ഭൂതകാലം എന്ന് പറഞ്ഞ ക്വസ്റ്റ്യൻ ആദ്യം തന്നെ അഭിമുഖീകരിക്കണം. ഒന്നാമത്തെ പ്രധാനപ്പെട്ട തെറ്റിദ്ധാരണ, ഇവര് അല്ലെങ്കിൽ RSSകാർ അല്ലെങ്കിൽ ഹിന്ദു വംശീയവാദികൾ എന്ന് നമുക്ക് എല്ലാവരെയും കൂട്ടി വിളിക്കാം. RSS, സംഘപരിവാർ, BJP, അതിന്റെ വിവിധ സംഘടനകൾ, VHP, ഇതെല്ലാം ചേർന്നിട്ട് ഹിന്ദു വംശീയവാദികൾ എന്ന് നമുക്ക് വിളിക്കാം. ഈ ഹിന്ദു വംശീയവാദികൾ യഥാർത്ഥത്തിൽ ശ്രമിക്കുന്നത് ഇപ്പൊ എവിടെയോ ഉറച്ചു പോയ ഒരു ഭൂതത്തെ പുനർനിർമ്മിക്കാനാണോ എന്നുള്ള ക്വസ്റ്റ്യനാണ് ഭൂതകാലത്തെ പറ്റി ആദ്യം നമ്മൾ നേരിടേണ്ട ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാൽ നമ്മുടെ എപ്പോഴും ഉള്ള ഒരു തകരാറെന്ന് പറയുന്നത് എതിരാളിക്ക് ചലനമില്ല. നമ്മൾ എതിർക്കുന്ന ആൾ അവിടെ തന്നെ നിൽക്കുകയാണ്. അത് തിടം വയ്ക്കുന്നുണ്ടാവും, പക്ഷേ ഐഡിയോളജിക്കലി അതിനൊരു മാറ്റവും ഇല്ല. അത് ഒരു സ്ഥലത്ത് നിൽക്കുകയാണ്. നമ്മൾ പക്ഷേ പുരോഗാമികൾ എന്ന് വിചാരിക്കുന്ന നമ്മൾ കാലത്തിലൂടെ മുന്നോട്ട് പോകുന്നു എന്ന് പറയുന്ന ഒരു ധാരണ എപ്പോഴും നമ്മൾ ഈ പറയുന്ന ഈ ഒരു റിയാക്ഷണറി ആയിട്ടുള്ള ഒരു തരത്തില് നമ്മുടെ എല്ലാ തരത്തിലുള്ള മുന്നേറ്റങ്ങളെയും പുറകോട്ടടിപ്പിക്കുന്ന ഈ രാഷ്ട്രീയത്തിനെതിരെ നിൽക്കുമ്പോൾ ആലോചിക്കേണ്ടതുണ്ട്. അപ്പോൾ ഇപ്പം പ്രധാനമായിട്ട് ആർഗ്യൂ ചെയ്യുന്ന ഒരു കാര്യം, പ്രധാനമായിട്ട് വാദിക്കുന്ന ഒരു കാര്യം, മനുവാദത്തിൽ അധിഷ്ഠിതമായിട്ടുള്ള ഒരു സംഗതിയാണ് ഫാസിസം എന്നാണ് നമ്മൾ പറയുക. ബ്രാഹ്മണവാദത്തിൽ അധിഷ്ഠിതമായിട്ടുള്ള ഒരു സംഗതിയാണ് ഫാസിസം എന്നാണ് പറയുക. അതിന് സംശയമൊന്നുമില്ല. അവര് സ്മൃതി, ശ്രുതി, പുരാണോക്തം തന്നെയാണ് അവരുടെ അടിത്തറ.
പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ടത് അത് കൺസർവേറ്റീവ്സും ഫാസിസവും തമ്മിൽ വ്യത്യാസമുണ്ട്. യാഥാസ്ഥിതികമായിട്ടുള്ള മനുവാദികളും ഈ ഫാസിസ്റ്റുകളും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്. ആ വലിയ വ്യത്യാസത്തിന്റെ വലിയ ഉദാഹരണങ്ങൾ നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ പറ്റും. ഒന്നാമത്, ഈ ഫാസിസം എന്ന് പറയുന്നത് മനുവാദത്തിന്റെ പോലെ കാലങ്ങളായിട്ട് ഉറച്ചു നിന്നിരുന്ന ഒരു സംഗതി അതേപടി പുനഃസൃഷ്ടിക്കുകയല്ല ചെയ്തിട്ടുള്ളത്. ഇപ്പോ ഗ്ലോബലൈസേഷന്റെ കാര്യം നമ്മൾ പറയുമ്പോൾ ചിലി അവർക്ക് എങ്ങനെ ഒരു ലബോറട്ടറി ഏറ്റെന്ന് പറയും എന്ന് പറഞ്ഞാല്, അന്ന് സെബാസ്റ്റ്യൻ ഡിഞ്ഞോറയൊക്കെ കാലത്ത് ചിക്കാഗോയിൽ നിന്ന് ആളുകളെ കൊണ്ടുവന്ന്, മിൽട്ടൺ ഫ്രീഡ്മാന്റെ ശിഷ്യരെ കൊണ്ടുവന്ന് ചിലിയിലെ പ്രധാന സ്ഥാനത്ത് ധനകാര്യമന്ത്രിയായിട്ടും ധനകാര്യ സെക്രട്ടറി ആയിട്ടും അവിടുത്തെ റിസർവ് ബാങ്കിന്റെ കൺട്രോളറൊക്കെ ആയിട്ട് നിയമിച്ചിട്ട് ചിക്കാഗോ ബോയ്സ് എന്ന് പറയുന്ന ആ കൂട്ടാണ് ആദ്യമായിട്ട് ഗ്ലോബലൈസേഷന്റെ ഒരു പരീക്ഷണം ചിലിയിൽ നടത്തുന്നതെന്ന് പറയും. അതാണ് പിന്നീട് ഗ്ലോബലൈസേഷൻ എന്നുള്ള തരത്തിൽ ലോകത്ത് മുഴുവൻ വ്യാപിച്ചതെന്ന് പറയും. ഇപ്പോൾ ബോറിസ് ജയിച്ചപ്പോൾ ഈ അവസാനത്തെ ഇലക്ഷൻ ചിലിയില് ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് ബോറിസ് എന്ന് പറയുന്ന 36-കാരൻ ജയിച്ചപ്പോൾ അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട മുദ്രാവാക്യം ചാവോ ചിക്കാഗോ എന്നാണ്. ചിക്കാഗോ പുറത്താക്കുക എന്ന് പറയുന്ന മുദ്രാവാക്യം വെച്ചിട്ടാണ് അവർ ജയിക്കുന്നത്. അപ്പൊ ഇതേപോലെ തന്നെ ഒരു പരീക്ഷണശാല ഫാസിസത്തിന് നടത്തുന്നുണ്ട്. അത് ആദ്യം നടത്തുന്നത് സവർക്കറാണ്. സവർക്കർ 23-ല് ജയിൽ വിമുക്തനാകുന്നു, മാപ്പൊക്കെ എഴുതി കൊടുത്തിട്ട് ജയിൽ വിമുക്തനാകുന്നു. 37 വരെ സവർക്കർ രത്നഗിരി ജില്ലയിൽ താമസിക്കുകയാണ്. രത്നഗിരി ജില്ലയിൽ ജില്ലാ തടവിലാണ് സവർക്കർ, പുറത്തു പോകാൻ പറ്റില്ല. 2 കാര്യങ്ങളാണ് സവർക്കറിന് അന്ന് ബ്രിട്ടീഷ് ഭരണകൂടം ഉറപ്പു വാങ്ങിയത്. ഒന്ന്, സജീവ രാഷ്ട്രീയ പ്രവർത്തനത്തിന് പോകരുത്. രണ്ടാമത്തത്, ജില്ല വിട്ട് പുറത്തു പോകരുത്. അപ്പൊ ഈ രത്നഗിരി ജില്ലയിൽ ഇരിക്കുമ്പോൾ ഈ രാഷ്ട്രീയ പ്രവർത്തനത്തിന് പകരം യഥാർത്ഥത്തിൽ ഹിന്ദുത്വം, അതിന് തൊട്ടു മുമ്പ് പുറത്തു വരുന്നതിന് തൊട്ടു മുമ്പ് ഹിന്ദുത്വം എന്ന് പറയുന്ന പുസ്തകം എഴുതിയിട്ടുണ്ട്. ഈ ഹിന്ദുത്വയിൽ ഒരു ഐഡിയോളജി മുന്നോട്ട് വെച്ചിട്ടുണ്ട്. ആ ഐഡിയോളജിക്ക് അനുസൃതമായിട്ടുള്ള ഒരു ലബോറട്ടറി പരീക്ഷണം യഥാർത്ഥത്തിൽ ഈ രത്നഗിരി ജില്ലയിൽ ആ ത്രൂ ഔട്ട് ഏതാണ്ട് 10-14 കൊല്ലം നടത്തുന്നുണ്ട്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഈ മനുസ്മൃതിയിൽ അധിഷ്ഠിതമായിട്ടുള്ള ബ്രാഹ്മണ ആധിപത്യത്തെ ഒരു ഹിന്ദു വംശീയതയായിട്ട് വികസിപ്പിക്കാൻ എങ്ങനെ സാധിക്കും എന്നുള്ള പരീക്ഷണമാണ് നടത്തിയത്. ആ കാലത്ത് നമ്മൾ നോക്കുമ്പോൾ ഈ നവോത്ഥാനത്തിന്റെ പല അംശങ്ങളും ഉള്ള പരീക്ഷണങ്ങൾ സവർക്കർ നടത്തുന്നുണ്ട്. ഒന്നാമത് പന്തിഭോജനം നടത്തുന്നുണ്ട്. രത്നഗിരി ജില്ലയില് മഹർ, ചമർ, ഭാങ്കി ജാതികളെ വിളിച്ചിട്ട് ഒന്നിച്ചിരുത്തി ഭക്ഷണം കഴിപ്പിക്കുന്നുണ്ട്. രണ്ടാമത്, നമ്മൾ ഈ നവോത്ഥാനത്തിന്റെ പ്രധാനപ്പെട്ട ഒരു കാര്യമായി കൊണ്ടാടുന്ന ക്ഷേത്രപ്രവേശനം അവിടെ നടത്തുന്നുണ്ട്. പതീത് പാവൻ ക്ഷേത്രത്തില് തുറന്നു കൊടുക്കുന്നുണ്ട്. ഒരു ക്ഷേത്രം തന്നെ എല്ലാവർക്കും വേണ്ടി ഉണ്ടാക്കുന്നുണ്ട്. അപ്പൊ അവിടെ ക്വസ്റ്റ്യൻ വരുന്നുണ്ട്, എങ്ങനെയാണ് ഈ നവോത്ഥാനവും ഫാസിസവും തമ്മിൽ ഒരേ കാര്യങ്ങൾ ചെയ്യുമ്പോൾ അവ തമ്മിലുള്ള വ്യത്യാസം എങ്ങനെയായിരിക്കും എന്നുള്ളത് വളരെ സൂക്ഷ്മമായിട്ട് നമ്മൾ പഠിക്കേണ്ടതുണ്ട്. ആ പഠിക്കുമ്പോൾ ഇപ്പൊ ഉദാഹരണമായിട്ട് ഇയാളെല്ലാരും വിളിച്ചിരുത്തിയിട്ട് സദ്യ കൊടുക്കുമ്പോ, പന്തിഭോജനം നടക്കുമ്പോൾ സവർക്കറെ എതിർക്കുന്നത് നമ്മൾ ഈ പറയുന്ന ഈ മനുവാദികൾ എന്ന് വിളിക്കുന്ന കൺസർവേറ്റീവ് ആയിട്ടുള്ള ആൾക്കാരാണ്. കൺസർവേറ്റീവ് ആയിട്ടുള്ള ആൾക്കാർ സവർക്കറെ എതിർക്കുന്നുണ്ടെന്ന്. ക്ഷേത്രപ്രവേശനം നടക്കുമ്പോൾ സവർക്കർ എതിർക്കുന്നുണ്ട്. സവർക്കർ അവർക്ക് മറുപടി കൊടുക്കുന്നുണ്ട്. എന്ന് പറഞ്ഞാല് ഈ വരാൻ പോകുന്ന ലോകവ്യവസ്ഥ, നാഷൻ സ്റ്റേറ്റ് ഉണ്ടാവുമ്പോൾ അതില് എണ്ണം പ്രധാനമാണ്. എണ്ണം വളരെ പ്രധാനമാണ്. ഡെമോക്രസിയിലെ ഈ പറയുന്ന ഞാൻ നേരത്തെ പറഞ്ഞ സാങ്കേതിക ജനാധിപത്യം എന്ന് പറയുമ്പോൾ കിട്ടുന്ന വോട്ട് വളരെ പ്രധാനമാണ്. എണ്ണം, ഈ കൊണ്ടു നടക്കുന്ന ആൾക്കാർ എണ്ണം വളരെ പ്രധാനപ്പെട്ട ഒരു സിസ്റ്റത്തിലേക്കാണ് പോകാൻ പോകുന്നത്. അങ്ങനെ പോകുമ്പോൾ നിങ്ങൾ പറഞ്ഞ മനുവാദം പിടിച്ചു നിന്നാൽ, മനുവാദത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അത് പുറത്താക്കുന്നതാണ്. എക്സ്ക്ലൂഷനാണ്, ഇൻക്ലൂഷൻ അല്ല. എല്ലാവരെയും പുറത്താക്കാണ്. ഏറ്റവും ഉന്നതിയുള്ള ബ്രാഹ്മണർ അതിന് പുറത്താണ്, ക്ഷത്രിയർ അതിന് പുറത്താണ്, അടുത്ത ആൾക്കാർ സവർണർ, പഞ്ചമര, അങ്ങനെ പോവും. അപ്പൊ അതുകൊണ്ട് ഈ പുറത്താക്കിക്കൊണ്ടിരുന്നാൽ ബ്രാഹ്മണ്യം ബ്രാഹ്മണരുടെ മാത്രം പ്രശ്നമാക്കിയാല് അത് വളരെ കുറച്ച് എണ്ണമായിട്ട് മാറും. ഇന്ത്യയിൽ ഒരു പുതിയ ഇന്ത്യ ഉണ്ടാകുമ്പോൾ ആ ന്യൂനപക്ഷവും യഥാർത്ഥത്തിൽ. മാത്രല്ല സവർക്കർ പറയുന്നത്, നിങ്ങൾ അവിടെ ഇതും കെട്ടിപ്പിടിച്ചിരുന്നാല് ദളിതർക്ക് ഇവിടെ സ്കൂൾ തുറന്നു കൊടുത്തു. ആര്? ബ്രിട്ടീഷുകാർ തുറന്നു കൊടുത്തു. ദളിതരെ സ്കൂളിൽ പോകാൻ തുടങ്ങി. നിങ്ങളുടെ ഈ പഴയ കൺസർവേറ്റീവ്സും കൊണ്ട് നടന്നാൽ സംഭവിക്കാന്ന് പറഞ്ഞാല് നിങ്ങളുടെ നെഞ്ചിൽ ബ്രിട്ടീഷുകാർ വെടിയുണ്ട കൊള്ളുന്നല്ലാണ്ട് ഒന്നും നിങ്ങൾക്ക് നടക്കാൻ പറ്റില്ല. കാരണം നിങ്ങൾ പറയുന്നത് കേൾക്കില്ല ആൾക്കാർ. അപ്പൊ അതുകൊണ്ട് ഈ ബ്രാഹ്മണിസം എന്ന് പറയുന്ന പഴയ രൂപത്തിലല്ല ഇരിക്കേണ്ടത്.
അതിനെ ഹിന്ദുമതത്തിന്റെ എല്ലാ ഭാഗത്തേക്കും ഈ ബ്രാഹ്മണിസത്തിനെ പുതിയ ഒരു പ്രത്യയശാസ്ത്ര രൂപത്തിൽ വ്യാപിപ്പിക്കണം എന്ന് പറഞ്ഞാൽ ദൈവത്തിൽ നിന്നുണ്ടായതാണെന്ന് പറഞ്ഞിരുന്നാല്, ഇത് ബ്രാഹ്മണൻ പാദത്തിൽ നിന്നുണ്ടായി തലേന്നുണ്ടായി എന്നൊക്കെ പറഞ്ഞിരുന്നാൽ ഇത് ഓടില്ല. അപ്പൊ ഇതിനെ പ്രത്യയശാസ്ത്രമാക്കി ഒരു ആധുനിക പ്രത്യയശാസ്ത്രമായിട്ട് അതിനെ മാറ്റം വേണം. അതിനെ ഹിന്ദുമതത്തിൽ ഉടനീളം അതിനെ വ്യാപിപ്പിക്കുകയും വേണം. അങ്ങനെയുള്ള ഒരു പരീക്ഷണമാണ് നടത്തുന്നത്. അന്ന് മഹറിനെ കൊണ്ട് അപ്പോ നമ്മുടെ നവോത്ഥാനത്തില് പ്രത്യേകിച്ച് ഇപ്പൊ കേരളത്തിലെ നമ്പൂരി നവോത്ഥാനം നോക്കുകയാണെങ്കിൽ വീട്ടിൽ പറഞ്ഞ പൂണൂല് പൊട്ടിച്ച് കളയാനാണ്, നമ്പൂരിയെ മനുഷ്യനാക്കാനാണ് പറയുന്നത്. ഇവിടെ നേരെ തിരിച്ച് മഹറിനെ കൊണ്ട് പൂണൂലിടിക്കുക, ഭാഗ്യെ കൊണ്ട് പൂണൂലിടിക്കുക. അപ്പൊ വ്യാജമായ ഒരു സംതൃപ്തി ഏറ്റവും അടിത്തട്ടിലെ മനുഷ്യർക്ക് കിട്ടുക. അതില് ഒരു സമ്മേളനത്തില് ശിവു എന്ന് പറയുന്ന ഒരു മഹർ എണീറ്റ് പ്രഖ്യാപിക്കുന്നുണ്ട്, നിങ്ങള് എന്ന് പറഞ്ഞ സവർക്കർ അടക്കമുള്ള ആളുകള് മുസ്ലിമായി തീർന്നാലും ഞാൻ ഹിന്ദുധർമ്മത്തിന് വേണ്ടി നിലകൊള്ളും, ഞാൻ ഈ ഹിന്ദുധർമ്മത്തിന് വേണ്ടി എൻ്റെ മരണം വരെ നിലകൊള്ളുന്നു പറഞ്ഞ് നിൽക്കുന്ന ഒരു ദളിതനെ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നു, അത്തരം ഒരു പിന്നോക്കക്കാരനെ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നു. അത്തരം ഒരു ഹിന്ദുവിനെ എന്ന് പറഞ്ഞാൽ ബ്രാഹ്മണിസം പറയുന്ന ഒരു ഹിന്ദുവിനെ ഏറ്റവും താഴ്ന്ന സ്ഥലത്ത് നിന്ന് ഉണ്ടാക്കി തുടങ്ങാണ്. അങ്ങനെ വ്യാജമായ സംതൃപ്തി കൊടുത്ത് ഉണ്ടാക്കുന്ന ഒരു റേസിസ്റ്റ് പ്രസ്ഥാനമായിട്ടാണ് ഈ പറയുന്ന ഹിന്ദു വംശീയ പ്രസ്ഥാനത്തെ ഈ 10-14 കൊല്ലത്തെ എക്സ്പെരിമെന്റ് കൊണ്ട് സവർക്കർ മനസ്സിലാക്കുന്നത്. അപ്പൊ 25-ൽ RSS ഉണ്ടായപ്പോഴും RSSും ഇതാണ് പിന്തുടരുന്നത്. നിങ്ങൾ ഗോഡ്സെ ഗാന്ധിയെ കൊന്നിട്ട് ഈ കോടതി കൊടുക്കുന്ന ഒരു പ്രസ്താവനയുണ്ട്, കോടതിയിൽ നടത്തുന്ന ഒരു പ്രസംഗമുണ്ട്. അതിൽ ഗോഡ്സെ ഊന്നി പറയുന്നത്, ഞാൻ RSSൽ പ്രവർത്തിച്ചിരുന്നു, RSSൽ പ്രവർത്തിച്ചിരുന്നപ്പോ RSSന്റെ ജാതി വിരുദ്ധ ശാഖയിലാണ് ഞാൻ പ്രവർത്തിച്ചിരുന്നതെന്ന് പറയുന്നുണ്ട്. അതിന്റെ അർത്ഥം RSS പോയിട്ട് ജാതി വിരുദ്ധ പ്രസ്ഥാനം നടത്തിയെന്നല്ല, മറിച്ച് ഈ പറയുന്ന പ്രവർത്തനം നടത്തി. എന്ന് പറഞ്ഞാല് ഈ പഴയ പോലെ ജാതി പറഞ്ഞിരുന്നാല് ബ്രാഹ്മണിസം ബ്രാഹ്മണരുടെ മാത്രം പ്രശ്നവും അത് എണ്ണത്തിൽ കുറവാവും. അതുകൊണ്ട് ഹിന്ദു മതം എന്ന് പറയുന്ന ഈ വളരെ ലൂസായ ഒരു സ്ഥാനത്തിനെ പ്രത്യേകിച്ച് ഒരു ചർച്ചില്ലാത്ത മതത്തിനെ, ഒരു സെൻട്രൽ ചർച്ചില്ലാത്ത മതത്തിനെ ഒരു സെൻട്രൽ ചർച്ചായി ബ്രാഹ്മണിസത്തെ മാറ്റുകയും അങ്ങനെ ഒരു റേസിസായിട്ട് ഇതിനെ പരിണമിപ്പിക്കുകയും ചെയ്തു കഴിഞ്ഞാല് ഈ ബ്രാഹ്മണ്യത്തിന് ഏത് കാലത്തും വിജയിക്കാവുന്ന, അല്ലെങ്കിൽ ആധുനികമായ ഒരു ബ്രാഹ്മണ്യത്തിലേക്ക് ഈ പഴയ ബ്രാഹ്മണ്യത്തെ മാറ്റാം എന്നുള്ള ഒരു രീതിയിലാണ്. ഇതാണ് RSS ഇപ്പോഴും പിന്തുടരുന്നത്. RSS കഴിഞ്ഞ വർഷം ഈ 22-ല് 2 വർഷം മുമ്പ് ഒരു പ്രധാനപ്പെട്ട പ്രസ്താവന നടത്തി. അത് നമ്മുടെ നാട്ടിലെ പത്രങ്ങൾ പതിവ് പോലെ ഇപ്പൊ മാധവക്കുട്ടി പറയണ്ടേ, തുഷാർ ഗാന്ധിനെ ചമ്പാരനിൽ വെച്ച് അടിച്ചു. നമ്മുടെ ഒരു സ്ഥലത്ത് ഒരു ചെറിയ വാർത്ത പോലും വന്നില്ല. ചമ്പാരനിൽ ഗാന്ധി തുടങ്ങിയ സ്ഥലമാണ്. ഗാന്ധി തൻ്റെ ജീവിതം തുടങ്ങിയ, തൻ്റെ ഇന്ത്യയിലെ ഫൈറ്റ് തുടങ്ങിയ സ്ഥലമാണ്. ആ സ്ഥലത്ത് വെച്ചിട്ടാണ് തുഷാറിനെ തല്ലുന്നത്. അപ്പോ ഇത്തരം വാർത്തകൾ വരാത്തത് കൊണ്ട് പലപ്പോഴും നമ്മൾ ഈ ഡോൺ കിക്സോട്ടിൽ പോലെ വായുവിൽ വെട്ടിക്കൊണ്ടിരിക്കുകയാണ്. RSS ഈ 2 കൊല്ലം മുമ്പ് ഒരു പ്രസ്താവന നടത്തിണ്ടായി. RSS പ്രസ്താവന നടത്തിയ, മോഹൻ ഭാഗവത് പ്രസ്താവന നടത്തിയത് ഇന്ത്യയിൽ അഹിന്ദുക്കളില്ല എന്നുള്ളതാണ് പ്രസ്താവന. RSSനെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയിൽ അഹിന്ദുക്കളില്ല. പല പത്രവും നാഷണൽ ഡെയിലി എഴുതി RSS അവരുടെ ലൈൻ മാറ്റുന്നു. RSS ന്യൂനപക്ഷങ്ങളോട് ഫ്രണ്ട്ലി ആവാൻ ശ്രമിക്കുന്നു, കാരണം ഹിന്ദുക്കളില്ല എന്ന് പറയുന്ന പ്രസ്താവന പുറപ്പെടുവിക്കുന്നു. അതിന്റെ സൂക്ഷ്മമായിട്ട് നോക്കിക്കഴിഞ്ഞാൽ പുതിയ ചാതുർവർണ്ണയാണ് അവതരിപ്പിക്കുന്നത്. എന്ന് പറഞ്ഞാൽ പഴയ ചാതുർവർണ്ണം അത് വിലപ്പോകില്ല. എന്ന് പറഞ്ഞാൽ പുതിയ സ്ഥലത്ത് പുതിയ അധികാര കേന്ദ്രീകരണത്തിന്, പുതിയ ഫാസിസത്തിന് അധിഷ്ഠിതമായിട്ടുള്ള ഒരു ചാതുർവർണ്ണയാണ് ഉണ്ടാക്കുന്നത്. ഭാഗവത് പറഞ്ഞ് 4 തരം മനുഷ്യരാണ് ഇന്ത്യയിലുള്ളത്. ഒന്ന് പ്രൗഢ് ഹിന്ദു എന്ന് പറഞ്ഞാൽ അഭിമാനി ഹിന്ദു എന്ന് പറഞ്ഞാൽ RSSലോ അല്ലെങ്കിൽ ഹിന്ദു മഹാസഭയിലോ അല്ലെങ്കിൽ BJPയിലോ വിശ്വ ഹിന്ദു പരിഷത്തിലോ ഒക്കെ പ്രവർത്തിക്കുന്നതും, അല്ലെങ്കിൽ ശാഖയിൽ പോവാത്ത സംഘീന്ന് നമ്മൾ വിളിക്കുന്ന ആ സംഘീയം ഒക്കെ പ്രൗഢ് ഹിന്ദുക്കളുടെ കൂട്ടത്തിൽ പെടുന്നതാണ്. ഇതാണ് ആദ്യത്തെ കാറ്റഗറി, പ്രൗഢ് ഹിന്ദു എന്ന് പറയുന്ന ഒരു കാറ്റഗറി, അഭിമാനി ഹിന്ദു എന്ന് പറയുന്ന കാറ്റഗറി. രണ്ടാമത്തേത് റിലക്റ്റന്റ് ഹിന്ദു എന്ന് പറയുന്ന കാറ്റഗറിയാണ്. വിമുഖ ഹിന്ദു എന്ന് പറയുന്ന കാറ്റഗറിയാണ് ഭാഗവത് അവതരിപ്പിക്കുന്നത്. ഈ വിമുഖ ഹിന്ദു എന്ന് പറഞ്ഞാല് ഇപ്പം എൻ്റെ SLC ബുക്കിൽ ഹിന്ദു ആണ്. എൻ്റെ SLC ബുക്കിൽ ഗവൺമെന്റ് രേഖ പ്രകാരം ഹിന്ദു ആണ്. അപ്പോ ഞാൻ ഹിന്ദുമതം പ്രത്യേകിച്ച് പ്രാക്ടീസ് ചെയ്യാൻ നടക്കുന്ന ഒരാളല്ല.
അതേസമയം ഹിന്ദുമതത്തിൽ നിന്ന് മുഴുവനായിട്ട് ഒഴിഞ്ഞിട്ട് ഇപ്പൊ ഒരു കല്യാണത്തിന് പോയാൽ അവിടെ ഒരു ചടങ്ങുണ്ടാവും, നമ്മളതൊക്കെ കണ്ടു നിൽക്കും. അല്ലെങ്കിൽ അത്തരത്തിൽ ഇപ്പൊ ചില ക്ഷേത്രങ്ങൾക്കുള്ളിൽ കയറി എന്റെ കൊത്തുപണി കാണാൻ ശ്രമിക്കും. ഇങ്ങനെ പലതരം കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നുണ്ടാവും. ഈ മനുഷ്യരെയാണ് റിലക്റ്റന്റ് ഹിന്ദു എന്ന് വിളിക്കുന്നത്, വിമുഖ ഹിന്ദു എന്ന് വിളിക്കുന്നത്. ഹിന്ദു മതത്തിന്റെ ഉള്ളിൽ ആളുകളാണ്, അതേസമയം ഹിന്ദു മതത്തെ സംബന്ധിച്ച് അഭിമാനമില്ലാത്ത ആളുകളാണ്, അതിന്റെ പ്രൗഡ്നെസ് ഇല്ലാത്ത ആളുകളാണ്. അപ്പൊ അത്തരം ഒരു കാറ്റഗറിയാണ് രണ്ടാമത്തെ കാറ്റഗറി ആയിട്ട് ഭാഗവത് പറഞ്ഞത്, റിലക്റ്റന്റ് ഹിന്ദു. മൂന്നാമത്തെ കാറ്റഗറി എന്ന് പറഞ്ഞാൽ അൺഫ്രണ്ട്ലി ഹിന്ദു. അൺഫ്രണ്ട്ലി ഹിന്ദു എന്ന് പറഞ്ഞാൽ ഈ ഹിന്ദുത്വത്തിന് എതിരെ നിൽക്കുന്ന, നേരത്തെ പറഞ്ഞ ആദ്യത്തെ കാറ്റഗറിക്ക് പ്രൗഡ് ഹിന്ദുവിനെതിരെ നിൽക്കുന്ന, മറ്റാള് എതിരെ നിൽക്കുന്നില്ല. റിലക്റ്റന്റ് ഹിന്ദു എന്ന് പറഞ്ഞാൽ എതിരെ നിൽക്കുന്നില്ല, അയാള് വിമുഖനാണെന്നേ ഉള്ളൂ. അതല്ല, എതിരെ നിൽക്കുന്നതാണ്. അപ്പോ ഗോൾവാൾക്കറും സവർക്കറും തുടക്കം തൊട്ട് പറഞ്ഞു വരുന്ന ഒരു എതിർ കാറ്റഗറി ഉണ്ട്. ഒന്ന് ന്യൂനപക്ഷങ്ങള്, മുസ്ലിങ്ങൾ പ്രത്യേകിച്ച്. മുസ്ലിങ്ങള്, ഇന്ത്യയിലെ ന്യൂനപക്ഷങ്ങള്, സവർക്കറുടെ ഭാഷയെ പറഞ്ഞാല് ഇന്ത്യ പുണ്യഭൂമിയും പിതൃഭൂമിയും രണ്ടും ഒരേ സമയമല്ലാത്ത മനുഷ്യര്, അവരെ മുഴുവൻ ഈ പറയുന്ന അൺഫ്രണ്ട്ലി കാറ്റഗറിയിലാണ്. ഗോൾവാൾക്കർ രണ്ടാമത് കമ്മ്യൂണിസ്റ്റുകാരെയാണ് പെടുത്തിയിട്ടുള്ളത്, കമ്മ്യൂണിസ്റ്റുകാര്. മൂന്നാമത് ലിബറൽ, പസിഫിസ്റ്റ്. ഇങ്ങനെ വരുന്ന എല്ലാവരെയും കൂടി മൂന്നാമത്തെ കാറ്റഗറിയിൽ പെടുത്തിയിരിക്കുകയാണ്. എന്ന് പറഞ്ഞാൽ അവർക്ക് പ്രത്യേകം എണ്ണേണ്ട കാര്യമൊന്നുമില്ല. ഇത് മുസ്ലിം, ഇത് കമ്മ്യൂണിസ്റ്റ്, ഇത് ലിബറല്, ഇതല്ലെങ്കിൽ ഞാൻ എതിർക്കേണ്ട മറ്റൊരാൾ എന്ന് പറഞ്ഞാൽ നമ്മൾ ഫാസിസത്തിനെതിരെ ഐക്യമുന്നണി നിരന്തരം പറയുകയും ചെയ്യാതിരിക്കുകയും ചെയ്യുമ്പോൾ അവരുടെ ശത്രുക്കളെ മുഴുവൻ ഒരു ഐക്യമുന്നണി ആയിട്ട് ഒരു ബാസ്ക്കറ്റിലിട്ടു. അതാണ് ഈ അൺഫ്രണ്ട്ലി ഹിന്ദു എന്ന് പറയുന്ന എതിർക്കപ്പെടേണ്ട ആളുകൾ. നാലാമത്തെ വിഭാഗം ഇഗ്നോറന്റ് ഹിന്ദു, അജ്ഞ ഹിന്ദു ആണ്. ഈ ഇഗ്നോറന്റ് ഹിന്ദു എന്ന് പറഞ്ഞാല് അതും പ്രത്യേകം ശ്രദ്ധിക്കണം. ഭാഗവത് പറയുന്നത് ഇന്ത്യയിലെ ഇന്ന് ഹിന്ദു അല്ലാത്ത ബാക്കി എല്ലാവരും ഇഗ്നോറന്റ് ഹിന്ദു ആണ്. ഇന്ന് ഇന്ത്യയിലെ ക്രിസ്ത്യാനി ഇഗ്നോറന്റ് ഹിന്ദു ആണ്. ഇന്ന് ഇന്ത്യയിലെ മുസ്ലിം ഇഗ്നോറന്റ് ഹിന്ദു ആണ്. കാരണം ഭാഗവതിന്റെ തിയറി പ്രകാരം ഇന്ത്യയിലെ എല്ലാവരും ഹിന്ദു എന്ന് പറയുന്ന സംശയപ്പെട്ടതാണ്. ഏതോ കാലത്ത്, ഏതോ മ്ലേച്ഛഭരണത്തിന്റെ കാലത്ത് മതം മാറിയവരാണ് എല്ലാവരും. അവർ അജ്ഞരാണ് അതിനെപ്പറ്റി, തങ്ങളുടെ പാരമ്പര്യത്തെ പറ്റി അജ്ഞരായതുകൊണ്ടാണ് അവർ മുസ്ലിമായും ക്രിസ്ത്യാനിയായിട്ടൊക്കെ കാണപ്പെടുന്നത്. അപ്പൊ അതുകൊണ്ട് അവർ ഇഗ്നോറന്റ് ഹിന്ദു ആണ്. അപ്പൊ ഈ ബാക്കി മൂന്ന് കാറ്റഗറി ഇത് വളരെ സിംപ്ലിസ്റ്റിക് ആണ്. എന്ന് പറഞ്ഞാല് ഈ അൺഫ്രണ്ട്ലി ഹിന്ദുവിന്റെ എണ്ണം കുറച്ചുകൊണ്ടിരിക്കുക. 4 കൊട്ട ആക്കി വെച്ച് കഴിഞ്ഞാല് ഈ ഇഗ്നോറന്റ് അൺഫ്രണ്ട്ലി ഹിന്ദു എന്ന് വിളിക്കുന്ന അല്ലെങ്കിൽ എതിരെ നിൽക്കുന്ന ഹിന്ദു, പ്രൗഡ് ഹിന്ദുവിന് എതിരെ നിൽക്കുന്ന കാറ്റഗറിയിൽ ആ കൊട്ടയിലെ എണ്ണം കുറച്ചുകൊണ്ട് വരിക. ബാക്കി കൊട്ടയിലെ എണ്ണം ഈ വിമുഖ ഹിന്ദു, ഹിന്ദുമതത്തിൽ ജനിക്കുകയും അറിയാത്ത ആൾക്കാരെയും പതുക്കെ പ്രൗഡ് ഹിന്ദു ആക്കുക. ഇഗ്നോറന്റ് ഹിന്ദുവിനെ ഒരു ഘട്ടം വരെ നിങ്ങൾ പ്രൗഡ് ഹിന്ദു ആക്കാൻ നോക്കുക, പറ്റിയില്ലെങ്കിൽ അതിനെ അൺഫ്രണ്ട്ലി ഹിന്ദുവിലിടുക. എന്ന് പറഞ്ഞാൽ ആ ഓപ്പറേഷൻ വളരെ വളരെ കോൺക്രീറ്റ് ആണ്. അത് ഈ ഇന്നത്തെ രീതിയിൽ ഒരു പുതിയ ലോകത്തിനനുസരിച്ചിട്ടുള്ള കോൺക്രീറ്റ് ആയിട്ടുള്ള ഒരു ഓപ്പറേഷനിലേക്ക് പോകുന്നു. കാരണം അവർ 100 വർഷമാവുകയാണ്. അവര് ഈ ഒക്ടോബർ വിജയദശമിക്ക് 100 വർഷമാകുന്ന ലോകത്തിലെ ഏറ്റവും പഴക്കമുള്ള ഇത്രയും കാലം നീണ്ടു നിന്ന ഒരു ഫാസിസ്റ്റ് സംഘടന ആയിത്തീരുകയാണ്. അപ്പൊ അതുകൊണ്ട് ഈ ഭൂതകാലത്തെ അവര് പ്രത്യേക രീതിയിൽ പരിണമിപ്പിക്കുമ്പോൾ നമുക്ക് ഭൂതകാലത്തെ വെച്ച് എന്ത് ചെയ്യാനാവുന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. എന്ന് പറഞ്ഞാല് അവരെ സംബന്ധിച്ച ചരിത്ര ദർശനം എന്ന് പറഞ്ഞാൽ ഇന്ത്യക്ക് 47 സ്വാതന്ത്ര്യം കിട്ടിയെന്നോ ബ്രിട്ടീഷുകാർ ഭരിച്ചു എന്നൊന്നും പ്രശ്നമല്ല. അവർ പറയുന്നത് ഇന്ത്യ എന്ന് പറഞ്ഞാൽ ഹിന്ദു രാഷ്ട്രമായിരുന്നു. ഒരു പ്രത്യേക ഘട്ടത്തിൽ വെച്ച് ഹിന്ദുക്കളുടേതായിട്ടുള്ള അല്ലെങ്കിൽ ആര്യന്മാരുടേതായിട്ടുള്ള ഒരു റിപ്പബ്ലിക് രൂപം കൊള്ളുകയും ഒരു റിപ്പബ്ലിക്കിനെ സംബന്ധിച്ച മാതൃക രൂപം കൊള്ളുകയും അതിങ്ങനെ വലുതായിട്ട് സിന്ധു മുതൽ സിന്ധു വരെ, മുകളിൽ സിന്ധു നദി തൊട്ട് അടിയിലെ സിന്ധു മഹാസമുദ്രം വരെ വികസിക്കുകയും ചെയ്തു. അപ്പൊ ഇത് ഹിന്ദുരാഷ്ട്രമാണ് അന്നോട്ട്, വൈദിക കാലം തൊട്ട് ഹിന്ദുരാഷ്ട്രമാണ്. ഇടയ്ക്കിടയ്ക്ക് മ്ലേച്ഛര് വന്ന് കീഴടക്കും. അത് മുഗളരാവാം, യവനരാവാം, ബ്രിട്ടീഷുകാരാവാം, വേറെ വല്ലവരും ആവാം. ഇനി ഇതിൻ്റെ ഉള്ളിൽ തന്നെയുള്ള ജനാധിപത്യ ക്രമത്തില് ഉള്ള മറ്റ് പാർട്ടികളാവാം, ഡെമോക്രസി വിശ്വസിക്കുന്ന പാർട്ടികളാവാം, ഇതൊക്കെ മ്ലേച്ഛരാണ്. ആ മ്ലേച്ഛരെ മാറ്റി ഹിന്ദുത്വം വീണ്ടെടുക്കുന്ന, ഹിന്ദുരാഷ്ട്ര പദവി വീണ്ടെടുക്കുന്ന, അങ്ങനെയാണ് ഇന്ത്യ ചരിത്രം എന്ന് പറഞ്ഞാൽ. ഹിന്ദുരാഷ്ട്രമാണ്. ഹിന്ദുരാഷ്ട്രത്തിനെ അതല്ലാതാക്കാൻ നിരവധി പേര് ഇടയ്ക്കിടയ്ക്ക് ശ്രമിച്ചുകൊണ്ടിരിക്കും. ആ ഹിന്ദു പത്പദശാഹി എന്ന് പറയുന്ന ശിവജിയുടെ ആ സങ്കല്പത്തെ മുന്നോട്ട് വെച്ചിട്ട് ആ തരത്തില്
ആണ് അവർ ചരിത്രം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇതിനെ എതിർക്കുക എന്നുള്ളതാണ് നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ചെയ്യാനുള്ളത്. ആ കാര്യം ചെയ്യണമെങ്കിൽ നമ്മൾ ആദ്യമായിട്ട് നമുക്ക് ഈ RSSനെ പറ്റിയുള്ള ധാരണ എന്താണെന്നുള്ളതാണ് ആദ്യത്തെ പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാൽ ഈ 100 വർഷമാകുന്ന ഈ സന്ദർഭത്തിലെങ്കിലും RSS എന്ന് പറഞ്ഞാൽ ഇന്ത്യയിൽ ഉണ്ടായിട്ടുള്ള മതഭീകര സംഘടനയാണെന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റണം. ഇതില്ലാത്തടത്തോളം കാലം ഇന്ത്യൻ മിഡിൽ ക്ലാസിന്റെ ഉള്ളിൽ, പ്രത്യേകിച്ച് കേരളത്തിന്റെയും ഈ ഹിന്ദു മിഡിൽ ക്ലാസിന്റെ ഉള്ളിൽ അതൊരു ഡെമോക്രാറ്റിക് കക്ഷി തന്നെയായിട്ട് നിലനിൽക്കും. എന്ന് പറഞ്ഞാൽ അവര് ഓട്ടോറിക്ഷ ഡ്രൈവർമാരെ, വളരെ വ്യക്തിശീല ശുദ്ധിയുള്ള മനുഷ്യര്, അല്ലെങ്കിൽ അവര് നമ്മളോട് നന്നായിട്ട്, ഞാൻ ഈ ഹിന്ദുത്വ രാഷ്ട്രീയത്തിന്റെ കഥ എഴുതിയപ്പോ 4 ആൾ കാണാമെന്ന് എത്ര മനോഹരമായിട്ട് പെരുമാറും, നിങ്ങൾക്ക് ഞങ്ങളെ പറ്റി എന്തെങ്കിലും തരത്തിലുള്ള തെറ്റിദ്ധാരണ ഉണ്ടെങ്കിൽ നമുക്ക് സംവേദിക്കാം, വരൂ എന്ന് പറഞ്ഞിട്ട് ഒരു രാഷ്ട്രീയ പാർട്ടിയും ഇങ്ങനെ വരില്ല. എന്ന് പറഞ്ഞാല് അത്തരം ഒരു വലിയ ബിംബം ഉണ്ടാക്കാൻ മാത്രമല്ല, അമ്പലമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള നിരവധി കാര്യങ്ങളിൽ പ്രവർത്തിക്കുന്നു, അമ്മമാർക്ക് ഭജന സംഘം ഉണ്ടാക്കി കൊടുക്കുന്നു, കുട്ടികൾക്ക് അമ്പാടിക്കണ്ണന്റെ വേഷം കെട്ടിക്കുന്ന ഇവരാണോ ഭീകരർ എന്ന് പറയുന്ന ക്വസ്റ്റ്യൻ വരുന്നത്. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഈ ഭൂതകാലം നോക്കിക്കഴിഞ്ഞാൽ 46 തൊട്ട് ഇവര് വംശഹത്യ നടത്തിയിട്ടുണ്ട് ഇന്ത്യയിൽ. ആ ചരിത്രം ഒരു മനുഷ്യനും പറഞ്ഞിട്ടില്ല. ഗുജറാത്ത് വംശഹത്യ നമുക്കറിയാം 2002 ഏതാണ്ട് 2000-ഓളം പേര് മരിക്കുന്നു. ഇഹ്സാൻ ജാഫി പോലെയുള്ള ഒരാളെ എന്താ പറയുക, പച്ചയ്ക്ക് വെട്ടിക്കൊല്ലുന്ന തരത്തിലുള്ള സംഭവങ്ങൾ ഉണ്ടാകുന്നു. വംശഹത്യയാണെന്ന് ലോകത്തെല്ലാവരും വിളിക്കുന്നു, ജനോസൈഡാണെന്ന് പറയുന്നു. പക്ഷേ 46 ബീഹാറിൽ നടന്നത് ഇതിന്റെ എത്രയോ മടങ്ങ് വലിപ്പമുള്ള ഒരു വംശഹത്യയാണ്. 10,000 പേരെയാണ്, മുസ്ലിങ്ങളെയാണ് അവിടെ ഇട്ട് വെട്ടിക്കൊന്നത്, ബീഹാറിൽ ഇട്ടിട്ട് വെട്ടിക്കൊന്നത്. സ്വാതന്ത്ര്യം വരുന്നു എന്ന് പറഞ്ഞപ്പോ, സ്വാതന്ത്ര്യം കൈ കിട്ടിയെന്ന് അറിയുന്നു, ജിന്ന പാകിസ്ഥാന് വേണ്ടി നിൽക്കുന്നു. ജിന്ന പാകിസ്ഥാന് വേണ്ടി നിൽക്കുന്നത് ഇവർ അഖണ്ഡ ഭാരതം പറയുമെങ്കിലും ഏറ്റവും കൂടുതൽ സന്തോഷം മറ്റൊരുവരാണ്. കാരണം ജിന്നയ്ക്ക് പാകിസ്ഥാൻ കിട്ടിയാൽ, ജിന്നയ്ക്ക് ഇസ്ലാം മതത്തിൽ അധിഷ്ഠിതമായിട്ടുള്ള ഒരു രാജ്യം കിട്ടിയാൽ ഇന്ത്യയെ ഹിന്ദുരാഷ്ട്രമായിട്ട് എടുപ്പാണ്. അത് കാണിച്ചാൽ മതി എല്ലാ മുസ്ലിങ്ങളും. പക്ഷെ എന്ത് സംഭവിച്ചെന്ന് പറഞ്ഞാൽ ഇന്ത്യയിൽ മുസ്ലിങ്ങൾ പോയില്ല. ഇന്ത്യയിലെ ബഹുഭൂരിപക്ഷം മുസ്ലിങ്ങളും പാകിസ്ഥാനിൽ പോയില്ല. അതൊരു വലിയ ഫാക്ടാണ്. രണ്ടാമത്തത്, ഇന്ത്യയിലെ എല്ലാ ലീഡേഴ്സും, എല്ലാ പ്രധാനപ്പെട്ട ലീഡേഴ്സും, ഗാന്ധിയും നെഹ്റുവും കമ്മ്യൂണിസ്റ്റുകാരും സോഷ്യലിസ്റ്റുകാരും എല്ലാവരും ഇന്ത്യ സെക്യുലർ കൺട്രിയാണെന്നുള്ള ഒരു ആവശ്യം ഉയർത്തിപ്പിടിച്ച് അവർ നിന്നു. ഇത് രണ്ടും പ്രധാനപ്പെട്ടതാണ്. അപ്പൊ അതുകൊണ്ട് ഇവിടെ കൽക്കട്ടയിലെ ജിന്ന മേഖല ഉണ്ടാക്കിയിട്ട് പാകിസ്ഥാന്റെ ആവശ്യത്തിന് വേണ്ടിയിട്ട് നിന്നപ്പോ ബീഹാറിൽ ഇതേ പോയിന്റ് വെച്ചടിക്കാണ്. അപ്പൊ കൽക്കത്തയിൽ യഥാർത്ഥത്തിൽ ഉണ്ടായത് ജിന്ന പാകിസ്ഥാൻ ആവശ്യപ്പെടുമ്പോ വർഗീയ ലഹരിയാണ് ഉണ്ടായത്, കമ്മ്യൂണൽ റൈറ്റാണ്. ബീഹാറിൽ അങ്ങനെയല്ല. ബീഹാറില് വളരെ കൃത്യമായി ഈ പോകാതെ നിൽക്കുന്ന മുസ്ലിങ്ങളെ പേടിപ്പിച്ചും ഭീഷണിപ്പെടുത്തിയും കൊന്നും സ്വത്ത് തട്ടിയിട്ടും അവരെ മേൽ കുതിര കയറി കഴിഞ്ഞാൽ ഇവരൊക്കെ പാകിസ്ഥാനിൽ പോകും. കാരണം അവിടെ ഓപ്ഷൻ എടുക്കാണ്, അവിടെ പാകിസ്ഥാനിൽ നിന്ന് ഓപ്ഷൻ എടുക്കാണ്. ഇവരെ പോവാതെ അവിടെ നിൽക്കും. ബീഹാറിൽ 10,000 മുസ്ലിങ്ങളെങ്കിലും പോകുന്നു. 3-3.5 ലക്ഷം മുസ്ലിങ്ങളെങ്കിലും അന്ന് ജാർഖണ്ഡ് വലിയ പ്രദേശമാണ് ബീഹാർ. അവിടെ നിന്ന് ഓടിപ്പോയി, കൽക്കട്ടയ്ക്ക് പല സ്ഥലത്തേക്ക് ഓടിപ്പോയി. ഈ ഹിസ്റ്ററി ഇപ്പൊ പോയാൽ നിങ്ങൾക്ക് അറിയാം. ഞാൻ ബീഹാറില് ഈ ഗാന്ധി സഞ്ചരിച്ച വഴിയിലൂടെ സഞ്ചരിച്ചപ്പോ ഉൾപ്രദേശങ്ങളിൽ നിങ്ങൾക്ക് പല പള്ളികൾ നിൽക്കുന്നതാണ്. അതും ചെറിയ പള്ളിയല്ല, മുസ്ലിം പള്ളി, വലിയ പള്ളികൾ എങ്ങനെ നിൽക്കുന്നുണ്ട്. ഈ പള്ളി ഈ പറയുന്ന പോലെ വെയിലും മഴയും കൊണ്ട് വായൽ പിടിച്ച രൂപത്തിലാണ് ഒരു ആരാധനയും നടക്കുന്നത്. കാരണം മുഹമ്മദ്പൂറിനാണ് ഗ്രാമത്തിന്റെ പേര്. ഒറ്റ മുസ്ലിമില്ല. അവിടെയുള്ള മുസ്ലിങ്ങളെ മുഴുവൻ ഓടിച്ചു നടന്നു. ഈ പള്ളികളൊക്കെ തന്നെ ഇപ്പോഴും ഈ പറയുന്ന അവശിഷ്ടങ്ങളായിട്ട് ബീഹാറിലെ ഗ്രാമങ്ങളിൽ മുന്നിൽ ഇപ്പോഴും നിൽക്കുന്നുണ്ട്. അതിന്റെ ഒരു പ്രധാനപ്പെട്ട കാരണം എന്ന് പറഞ്ഞാൽ നിതീഷ് BJP സഖ്യകക്ഷി ആണെങ്കിലും അവിടെ നിതീഷാണ് ഭരിക്കുന്നത്. BJP-നെ കയറ്റിയിരുത്താൻ, ഹിന്ദുത്വ അധികാര കസേരയെ കയറ്റിയിരുത്താൻ ആള് ഇതുവരെ സമ്മതിച്ചിട്ടില്ല. മറിച്ച് അയാളുടെ പവർ മോങ്കർ ആയതുകൊണ്ട് ഇവരെ ഉപയോഗിച്ചിട്ട് കയറി ഇരിക്കുന്നു എന്നുള്ളതാണ്. അപ്പൊ അതുകൊണ്ട് ഇവരുടെ ഹിന്ദുത്വ വരികയാണെങ്കിൽ അവിടെ ഈ പറയുന്ന ഒരു ചിഹ്നവും കാണാത്ത രീതിയിൽ അതൊക്കെ മാറിപ്പോകും. അപ്പൊ അത്തരത്തില് വലിയ കൂട്ടക്കൊലയാണ് ബീഹാറിൽ നടന്നത്. ആ ബീഹാറിന്റെ അവിടെ ആർക്കേഴ്സിൽ തപ്പിയപ്പോ അന്നത്തെ കുറെ രേഖ അവിടുത്തെ സെയ്ദ് മുഹമ്മദ് എന്ന് പറയുന്ന അവിടുത്തെ മന്ത്രി അന്ന് ഗാന്ധിക്ക് എഴുതി കത്തുണ്ട്. ഗാന്ധിയെ യഥാർത്ഥത്തിൽ ഗാന്ധി നവകരിയിലാണ് ബീഹാർ നടക്കുമ്പോ, നവകരിയിൽ ഇരിക്കുമ്പോ ഗാന്ധിയെ ബീഹാർ സംഭവങ്ങൾ ഊട്ടിപ്പെരുത്തി
പിടിച്ചതാണെന്നാണ് എല്ലാവരും പറയാൻ ശ്രമിച്ചത്. അതിന്റെ ഒരു പ്രധാനപ്പെട്ട കാരണം ബീഹാറാണ് കോൺഗ്രസ് ഭരിക്കുന്നത് എന്ന് പറഞ്ഞാൽ പ്രവിശ്യ ഗവൺമെന്റിലാണ് കോൺഗ്രസ്സുകാരനാണ്. അപ്പൊ അതുകൊണ്ട് കോൺഗ്രസിന് വലിയ നാണക്കേടാണ് അത് ഉണ്ടാക്കിയത്. അതേസമയം കൽക്കട്ടയില് ജില്ലയുടെ മുസ്ലിം ലീഗാണെന്ന് തുറവണ്ടിയാണ് ഭരിച്ചിരുന്നത്. അതുകൊണ്ട് അവിടുത്തെ സംഭവങ്ങൾ വലിയ രീതിയിൽ പുറത്തു വന്നു. ബീഹാറില് കോൺഗ്രസ് എല്ലാം മുന്നിലേക്ക് എത്തിച്ചു. കാരണം സ്വാതന്ത്ര്യത്തിന്റെ സമയത്ത് ന്യൂനപക്ഷങ്ങൾക്ക് മൈനോറിറ്റിക്ക് ഏറ്റവും കൂടുതൽ ദുരിതം നേരിട്ട സംസ്ഥാനമായി തങ്ങളുടെ സംസ്ഥാനം മാറുന്നത് അവർക്ക് ഇഷ്ടായിരുന്നില്ല. അവിടെ ഗാന്ധി നിരന്തരം എഴുതി ചോദിച്ചിട്ടും ഗാന്ധിക്ക് തെറ്റായ വിവരങ്ങളാണ് ആദ്യം നൽകിക്കൊണ്ടിരുന്നത്. പക്ഷേ ക്യാബിനറ്റിലെ ഡോക്ടർ സൈമോഹൻ എന്ന് പറയുന്ന മന്ത്രി നേരിട്ട് ഒരു കത്ത് കൊടുക്കുകയാണ്. അതിന് വളരെ വിശദമായിട്ട് ബീഹാറിൽ നടന്നിട്ടുള്ള ഇതിന്റെ വിവരണമുണ്ട്. അതിൽ അദ്ദേഹം പറയുന്നത് ഞാനും ശ്രീബാബുവും കൂടി പ്രിയങ്ക സിൻഹ മുഖ്യമന്ത്രിയും കൂടിയിട്ട് ഈ റയറ്റ് നടക്കുന്ന സ്ഥലത്ത് പോകുന്നുണ്ട്. ഉദാഹരണമായിട്ട് ഈ പ്രധാനമായിട്ട് നടന്നത് ഗയ ജില്ലയില്, പാറ്റ്ന ജില്ലയില്, അങ്ങനെ കുറച്ച് ജില്ലകളിലാണ് പ്രധാനമായിട്ട് ഈ റയറ്റ് നടക്കുന്നത്. അവിടെ ചെന്നപ്പോ പൈലമ്പൂർ എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് ചെന്നപ്പോ കുറെ മുസ്ലിം സ്ത്രീകൾ ഇരുന്ന് കരയുന്നു. ഞങ്ങൾ ചെന്ന് അന്വേഷിച്ചു. അപ്പോ ആ ഇടവഴിയിൽ അക്ഷരാർത്ഥത്തിൽ എഴുതി വെച്ചിട്ടുള്ളതാണ്, ഇടവഴിയിൽ എല്ലുകളും തലയോട്ടികളും തടഞ്ഞ് ഞങ്ങൾക്ക് നടക്കാൻ പറ്റാത്ത സ്ഥിതി ഉണ്ടായിന്ന് ആ ബീഹാറിലെ കൂട്ടക്കൊലയെ കുറിച്ചുള്ള ഒരു മന്ത്രിയുടെ വിവരണമുണ്ട്. കൂടെ ഉണ്ടായിരുന്നത് ആരാ? ഈ പറയുന്ന മുഖ്യമന്ത്രി. എന്നിട്ട് പറയുന്നുണ്ട് ഒരു സ്ത്രീ വന്ന് പറയുന്നുണ്ട്, എന്റെ കൊച്ചിനെ എന്റെ മടിയിൽ നിന്ന് എടുത്തിട്ട് രണ്ട് കഷണം ആയി വാങ്ങിയിരുന്നു, രണ്ട് കഷ്ണമായിട്ട് മുറിച്ചു എന്ന് പറയുന്നുണ്ട്. വേറൊരു സ്ത്രീ പറയുന്നത് എന്റെ പൈസ, ഒരു കാര്യം ആലോചിക്കുന്നത് ബീഹാറിലെ മുസ്ലിംസ് ആയി പറയുന്ന മുസ്ലിംസ് ഒന്നും ഏറ്റവും ഡൗൺ പ്രോഗ്രാം ആയിട്ടുള്ള മുസ്ലിംസ് അല്ല, ഒരുവിധം സമ്പത്തുണ്ടായിട്ടുള്ള കച്ചവടം ചെയ്തിരുന്ന മിഡിൽ ക്ലാസ്, അപ്പർ മിഡിൽ ക്ലാസ് ആയിട്ടുള്ള മുസ്ലിങ്ങളാണ്. അപ്പൊ ഈ സ്ത്രീ പറയുന്നുണ്ട് എന്റെ കയ്യോടെ പൈസ മുഴുവൻ തരാൻ ആവശ്യപ്പെട്ടു, പൈസ എഴുതി വെച്ചിട്ടുള്ളൂ. ഈ പൈസ മുഴുവൻ വാങ്ങിയിട്ട് ഞാൻ പറഞ്ഞിട്ട് രണ്ട് കുഞ്ഞുങ്ങളെ രക്ഷിച്ചാൽ മതി, ഈ പൈസ ഒക്കെ ഞാൻ തരാം. പൈസ മുഴുവൻ വാങ്ങിയിട്ട് രണ്ട് കുഞ്ഞുങ്ങളെ വെട്ടിക്കൊന്നു പറയുന്നുണ്ട്. മസാഫി എന്ന് പറയുന്ന സ്റ്റേറ്റിൽ നാട്ടിലേക്കടുത്തുള്ള തലേഗ്ര എന്നാണ് അതിന്റെ പേര്. ഈ തലേഗ്ര സ്റ്റേറ്റിൽ ഈ മുസ്ലിങ്ങൾ പേടിച്ചോടിയിട്ട് പാറ്റ്നയ്ക്കോ ഏതെങ്കിലും തീവണ്ടി കയറി രക്ഷപ്പെടാൻ ഓടിയപ്പോ അതിനുള്ളിൽ വെച്ച് 200 തടെ ആളുകളെ വെട്ടിക്കൊല്ലുന്നുണ്ട്. ഈ സെയ്ദ് മുഹമ്മദ് പറയുന്നത് ഞങ്ങൾ ഓടിച്ചെന്നപ്പോ അപ്പോഴും അവിടെ 50 മൃതദേഹം കിടക്കുന്നു എന്ന് പറയുന്നത്. അപ്പൊ അതാണ് ഗാന്ധിയെ എത്തിക്കുന്നത്, പാറ്റയിൽ എത്തിക്കുന്നത്. ഗാന്ധിയുടെ ആ യാത്രയാണ് യഥാർത്ഥത്തില്, ഗാന്ധിയുടെ വലിയ തരത്തിലുള്ള യാത്രയാണ് യഥാർത്ഥത്തില് ഈ അതിനെ തടയിട്ടത്. ഈ ഹിന്ദുരാഷ്ട്ര സ്ഥാപനം എന്ന് പറയുന്ന ഒരു ആശയത്തെ തടയിട്ടത്. കഴിഞ്ഞ കൊല്ലം ഞാൻ പോയപ്പോ CPM ലിബറേഷൻ എന്ന് പറയുന്ന അവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കക്ഷി, അവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കമ്മ്യൂണിസ്റ്റ് പാർട്ടി, അവർക്ക് 12 MLA-മാരുണ്ട്, 2 MP-മാരുണ്ട്. നിങ്ങൾക്ക് അറിയാം, ബീഹാറിലെ ഏറ്റവും പ്രധാനപ്പെട്ട പാർട്ടിയാണ്. അവര് കഴിഞ്ഞ കൊല്ലം ഈ ഗാന്ധിയുടെ ഈ യാത്ര പുനരാവിഷ്കരിച്ചു. അവര് ആ റൂട്ടിൽ കൂടെ സഞ്ചരിച്ചിട്ട് അത് ആ ഓർമ്മ ഉണർത്താനുള്ള വലിയ ശ്രമം ബീഹാറിൽ നടത്തുകയുണ്ടായി. ദൈവത്തിന്റെ പാർട്ടി അങ്ങനെ നടത്തുകയുണ്ടായി. ഞാൻ പറഞ്ഞു വരുന്നത് ഈ പറയുന്ന വംശഹത്യ, പിന്നെ എന്തുകൊണ്ടാണ് ബീഹാറിലെ വംശഹത്യ എന്ന് വിളിക്കാത്തതിന്റെ കാരണം ഒറ്റ കാരണമേ ഉള്ളൂ. UN ജനോസൈഡിന് ഒരു ഡെഫിനേഷൻ ഉണ്ടാക്കുന്നത് ബീഹാറിന് ശേഷമാണ്. 46-ന് ശേഷമാണ് ജനോസൈഡ് എന്താണെന്നുള്ളതിന് ഒരു ഡെഫിനേഷൻ UN ഒരു ആഗോള വ്യാപകമായിട്ടൊരു നിർവചനം ഉണ്ടാവുന്നത് വംശഹത്യ. അതുകൊണ്ട് മാത്രമാണ് ബീഹാറിലെ വംശഹത്യ അല്ലാതാവുന്നത്. ഈ രണ്ടാമത്തെ കാലഘട്ടത്തില് ഇവര് നടത്തുന്നത് എന്ന് പറഞ്ഞാൽ ആദ്യത്തെ ജില്ലാ ഡയറക്ട് ആക്ഷൻ പ്രഖ്യാപിച്ചു. ഡയറക്ട് ആക്ഷൻ പ്രഖ്യാപിച്ചതിന് ശേഷം വലിയ കലാപം ഉണ്ടാവുന്നുണ്ട്. അത് നമ്മൾ നോക്കുകയാണെങ്കിൽ അത് വർഗീയ കലാപമാണ്, അത് വേറൊരു തരത്തിൽ വർഗീയ കലാപമാണ്. പക്ഷെ രണ്ടാമത് ഈ ആഗസ്റ്റ് 31-ന് 15-ന് സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം 31-ന് ഉണ്ടാവുന്ന ഇവരുണ്ടാക്കുന്ന കലാപമുണ്ട്. അത് ശരിക്കും പറഞ്ഞ ഈ പറഞ്ഞ പോലെ ബീഹാറിന്റെ ഒരു വലിയ എക്സ്റ്റൻഷൻ ആയിരുന്നു. അവിടെയും ഗാന്ധി തടയിടുകയാണ്. ഗാന്ധി നേരെ സൂറവർദ്ദീനെ വിളിച്ചിട്ട്, സൂറവർദ്ദി ബംഗ്ലാദേശിൽ പോവാൻ നിൽക്കുക എന്ന് പറഞ്ഞാൽ വിഭജനം കഴിഞ്ഞു, അങ്ങേര് അവിടെ മന്ത്രിയാവാൻ പോയി. പാകിസ്ഥാനാണെന്ന്, കിഴക്കൻ പാകിസ്ഥാനാണ്. അവിടെ മന്ത്രിയാവാൻ പോകുന്ന ആളെ വിളിച്ചെടുത്തിട്ട് പറഞ്ഞു, പോവരുത് നിങ്ങള്, നമുക്ക് അവസാനത്തെ കടമ നമ്മൾ ചെയ്യാനുണ്ട് ഈ മനുഷ്യരോട്. ഈ പുറത്ത് ഹിന്ദു മുസ്ലിം വെട്ടിക്കൊല്ലുമ്പോ നമുക്ക് രണ്ടുപേർക്കും ഒരു വീട്ടിൽ ഒന്നിച്ച് താമസിക്കാം. അവര് കാണട്ടെ, നിങ്ങൾ ഹിന്ദു, ഞാൻ ഹിന്ദു, നിങ്ങൾ മുസ്ലിം, ഞാൻ അർദ്ധനഗ്നൻ, നിങ്ങൾ കോട്ടും സൂട്ടും ഇടുന്ന ആള്,
ഞാൻ സസ്യാഹാരി, നിങ്ങൾ മാംസാഹാരി, നിങ്ങൾ ഭാഷ വേറെ, എൻ്റെ മാതൃഭാഷ വേറെ, നിങ്ങൾ ബംഗ്ലാദേശിൽ പോകുന്നു എന്ന് പറഞ്ഞാൽ കിഴക്കൻ പാകിസ്ഥാനിൽ പോകുന്നു, ഞാൻ ഇന്ത്യയിൽ നിൽക്കാൻ പോകുന്നു. ഇതൊക്കെ ഇത്രയും വ്യത്യാസം ഉണ്ടെങ്കിൽ ഇന്ത്യയിൽ ഒരു കൂരയ്ക്ക് കീഴിൽ ഈ വ്യത്യാസമുള്ള മനുഷ്യർക്ക് ജീവിച്ച് കാണിക്കുന്നതിൽ ഒരു പ്രയാസമില്ല എന്ന് തെളിയിക്കാണ്. 10-30 ദിവസം ഒന്നിച്ച് താമസിക്കാൻ രണ്ടാള് ആൾക്കാർ നോക്കുമ്പോൾ, പുറത്ത് തല്ലുന്ന ആൾക്കാർ നോക്കുമ്പോൾ ഒരാള് ബംഗ്ലാദേശിക്ക് പോകാൻ നിൽക്കുന്നു, ഒരാൾ ഇന്ത്യയിലേക്ക് പോകാൻ നിൽക്കുന്നു, ഒരാൾ ഞാൻ എപ്പോഴും ഹിന്ദു ആണെന്ന് നിരന്തരം പറയുന്നു, ഒരാൾ ഞാൻ മുസ്ലിം ആണെന്ന് ഒരു പ്രശ്നവും ഇല്ലാണ്ട് അവർ താമസിക്കുന്നു. അങ്ങനെയാണ് അത് അവസാനിക്കുന്നത്. അങ്ങനെ അവസാനിക്കുമ്പോഴും ഇവരെ അപായപ്പെടുത്താനുള്ള ശ്രമമാണ് RSS നടത്തുന്നത്. RSS ഒക്ടോബർ 30 വന്നിട്ട് ഈ ബിൽഡിംഗ് ആക്രമിക്കുക. ഈ ബിൽഡിംഗ് ആക്രമിച്ചിട്ട് സുഹ്റവർദിനെ കൊലപ്പെടുത്താനായിരുന്നു ഉദ്ദേശം, ഗാന്ധിയെ ഒരു പരിധി വരെ പരിക്കേൽപ്പിക്കാനും. പക്ഷേ സുഹ്റവർദി അന്ന് ഉണ്ടായിരുന്നില്ല. ആ സമയത്ത് ഗാന്ധി ഇവരുടെ അടുത്തേക്ക് വരുന്നുണ്ട്, ഈ ലഹളക്കാരുടെ അടുത്തേക്ക് വരുന്നുണ്ട്. ഗാന്ധിയെ പ്യാരലാലിന്റെ പുസ്തകത്തിൽ പറയുന്നുണ്ട്, ഇഷ്ടിക വെച്ചെറിയുന്നുണ്ട്, ലാത്തി വെച്ചറിയുന്നുണ്ട്. ആ ഇഷ്ടിക ഒരു നിമിഷം തലയ്ക്ക് കൊണ്ടിരുന്നെങ്കിൽ, ഇഞ്ചുകൾക്ക് മുകളിൽ കൂടിയാണ് പോകുന്നത്, തലയ്ക്ക് കൊണ്ടിരുന്നെങ്കിൽ അന്ന് അവസാനിച്ചെന്ന് പ്യാരലാൽ പറയുന്നുണ്ട്. അവിടെ നിന്ന് പോയിട്ട് അവർ ചെയ്യുന്നത്, അവസാനം മടങ്ങിയിട്ട് പോയിട്ട് ചെയ്യുന്നത് 2 കൺസ്ട്രക്ഷൻ വർക്കേഴ്സിനെ, മുസ്ലിങ്ങളെ തല അരിഞ്ഞു പോവുകയാണ്. അവിടേക്ക് ഗാന്ധി ഓടി വരുമ്പോ ഈ മനുഷ്യരിങ്ങനെ മരിച്ചു കിടക്കുകയാണ്. ഈ 2 പേരെ ഇങ്ങനെ തുറുകണ്ട ആകാശത്തേക്ക് നോക്കി കിടക്കുന്നു. ഒരാളുടെ കോന്തലക്കില് 4 അണ കാശ് കെട്ടിയിട്ടുണ്ട്. ഗാന്ധി പറഞ്ഞ അവന്റെ ബാങ്കാ അത്. ജീവിതകാലം മുഴുവനുള്ള സമ്പാദ്യം 25 പൈസ. പാവപ്പെട്ട മനുഷ്യരെ കൊല്ലുന്നിടത്ത് വെച്ചിട്ടാണ് ഗാന്ധി മറ്റൊരു തരത്തിലേക്ക് സമരത്തിനെ വ്യാപിപ്പിക്കുന്നത്. അങ്ങനെയാണ് കൽക്കട്ടയിലെ ആദ്യത്തെ നിരാഹാരം. സ്വാതന്ത്ര്യത്തിന് ശേഷം ഗാന്ധിയുടെ ആദ്യത്തെ നിരാഹാരം ആർക്കെതിരായിരുന്നത്? സ്വാതന്ത്ര്യം കിട്ടി, ബ്രിട്ടീഷുകാർ പോയി. ഈ സമരത്തിൽ, ഈ നിരാഹാര സമരം ആർക്കെതിരായിരുന്നു? ഹിന്ദു വർഗീയവാദികൾക്കെതിരായിരുന്നു. ഇത് നമ്മൾ പഠിപ്പിക്കണ്ടേ? തിരിച്ച് ഡൽഹിയിൽ വന്നു, അവിടെ ഇരുന്ന് 5 ദിവസം. അപ്പൊ ഈ സമരം എന്ന് പറയുന്നത് ഗാന്ധി മാത്രമല്ല, നെഹ്റു ആ സമയത്ത് കാശ്മീരില് നടത്തിയ ഫൈറ്റ് ഉണ്ട്. ഇപ്പൊ ഈ കാശ്മീർ പ്രശ്നം എന്ന് പറയുന്നത് എങ്ങനെ ഉണ്ടായതാ? ഇവര് RSSകാർ പോയിട്ട് ഹരിസിംഗിന്റെ കൂടെ എന്നിട്ട് ആയിരക്കണക്കിന് മുസ്ലിങ്ങളെ ജമ്മുവിൽ കൊന്നു. ജമ്മുവിൽ ഈ വംശഹത്യ നടത്തി. ഇതിന്റെ തുടർച്ചയായിട്ടാണ് കശ്മീർ പ്രശ്നം ഉണ്ടാകുന്നത്. പടിഞ്ഞാറ് UP പ്രശ്നമാകുന്നു. ഇവർക്ക് ഇത്രയേ ഉള്ളൂ. അതായത് ആദ്യത്തെ ഇലക്ഷൻ നടക്കുന്നതിന് മുമ്പ് ഹിന്ദുരാഷ്ട്രം സ്ഥാപിക്കണം. ഹിന്ദുരാഷ്ട്രം സ്ഥാപിക്കണമെങ്കിൽ ഡിവൈഡ് ആൻഡ് റൂൾ എന്ന് പറയുന്ന വലിയ തരത്തിൽ വിഭജനം ഉണ്ടാക്കണം. മുസ്ലിങ്ങളെ അടിച്ചോടിച്ച് പാകിസ്ഥാനിൽ എത്തിക്കണം. അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ഇവിടെ ഹിന്ദുരാഷ്ട്രം ഉണ്ടാക്കാൻ എളുപ്പമാണ്. ഇതിനെയാണ് ഇന്ത്യയിലെ വിവിധ മനുഷ്യര് വിവിധ തരത്തിൽ തടഞ്ഞു നിർത്തിയത്. ഈ ഹിസ്റ്ററി പഠിച്ചാൽ, ഈ ഹിസ്റ്ററി നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ഇന്ത്യയിലെ ഒരേ ഒരു ഭീകര പ്രസ്ഥാനം എന്ന് പറഞ്ഞാൽ RSS ആണ്. ഗാന്ധിവാദത്തെ കുറിച്ച് ശേഷം 1.5 വർഷം അവർ നിരോധിച്ചു. ആരെങ്കിലും പറയുന്നുണ്ടോ? ഫെബ്രുവരി 4 നിരോധിച്ചു. പിന്നത്തെ ജൂലൈ പകുതിയിലാണ് അവരെ വീണ്ടും പ്രവർത്തിക്കാൻ അനുവദിക്കുന്നത്. വീണ്ടും പ്രവർത്തിക്കാൻ അനുവദിക്കുന്നത് എങ്ങനെയാ? ത്രിവർണ്ണ പതാക അംഗീകരിക്കണം എന്ന് പറഞ്ഞു. അംഗീകരിച്ചിട്ടില്ല. ഇന്നിപ്പം അവരാണിത് പിടിച്ചു നടക്കുന്നത്, അല്ലേ? അന്ന് ഭരണഘടന അംഗീകരിച്ചില്ല. കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലി പോയിക്കൊണ്ടിരിക്കുകയാണ്, സമ്മതിച്ചില്ല. അവർ പറഞ്ഞു ഇന്ത്യയിൽ വേറെ ലോസ് ഉണ്ട്, അതിനെ നമുക്ക് പരിഷ്കരിച്ചാൽ മതി എന്ന് പറഞ്ഞു. അത് സമ്മതിച്ചില്ല. അപ്പോ ഇത് രണ്ടും അംഗീകരിക്കണം എന്ന് പറഞ്ഞു. ഇത് രണ്ടും അംഗീകരിച്ചു. മൂന്നാമത് നിങ്ങൾക്കൊരു ഭരണഘടന ഉണ്ടാവണം എന്ന് പറഞ്ഞു. കാരണം നിങ്ങൾ ആരാ പ്രസിഡന്റ്, ആരാ സെക്രട്ടറി എന്ന് ആർക്കും അറിയില്ല. ആകെ ഒരു സർസംഘ് ചാലക്കിന് മാത്രമേ അറിയുള്ളൂ. അന്ന് ഗോൾവാൾക്കറാണ് സർസംഘ് ചാലക്ക്. ഗോൾവാൾക്കറോട് പറഞ്ഞു, നിങ്ങൾ കൃത്യമായ ഒരു ഭരണഘടന ഉണ്ടാക്കി കൊണ്ടുപോവാ, അന്നാ നമുക്ക് നോക്കാമെന്ന് പറഞ്ഞിട്ടാണ് അന്ന് ബാലാ സാഹേബ് ദേവറസിനെ കൊണ്ട്, പിൽക്കാലത്ത് ഈ സർസംഘ ചാലക്കായ ദേവറസിനെ കൊണ്ട് RSSന് ഭരണഘടന ഉണ്ടാക്കിച്ചു. അതിൽ പറഞ്ഞിട്ട് 18 വയസ്സിൽ താഴെയുള്ള ഒരാൾ RSS ചേരണമെങ്കിൽ അച്ഛൻ്റെ അമ്മയുടെയും അനുവാദം വാങ്ങിക്കൊണ്ടുവരണം എന്നാണ് അതിൽ പറഞ്ഞിട്ടുള്ളത്. മാത്രമല്ല, ഇത് നിരോധനം പിൻവലിക്കുമ്പോൾ ടെമ്പററി ആയിട്ടാണ് പിൻവലിക്കുന്നത്. താൽക്കാലികമായ നിരോധനമാണ്. ഇതൊക്കെ വെച്ചിട്ട് നിങ്ങളെ പ്രവർത്തിക്കാൻ അനുവദിക്കുന്നു. ഇൻ കേസ് നിങ്ങളത് മാറിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് വീണ്ടും നിരോധനം വരുന്നു പറഞ്ഞിട്ടാണ് അത് പിൻവലിക്കുന്നത്. അപ്പൊ ഈ ചരിത്രം ഈ 100-ാം വർഷം പറയാൻ പറ്റിയില്ലെങ്കിൽ നമ്മുടെ നവോത്ഥാനത്തിന്റെയും നമ്മുടെ രാഷ്ട്രീയ മുന്നേറ്റങ്ങളുടെയും അതിനുശേഷം വന്നിട്ടുള്ള ഒരുപാട് സാംസ്കാരികമായിട്ടുള്ള അടിയന്തരാവസ്ഥയ്ക്കൊക്കെ എതിരെ ചേർത്ത് നിന്ന ആ ചരിത്രവും ഒക്കെ ലാപ്സായി പോകും. ഇതെല്ലാം മാച്ചു കളഞ്ഞിട്ട് ഹിന്ദുരാഷ്ട്ര സംസ്ഥാപനത്തിന്റെ ചരിത്രം നമ്മുടെ വീട്ടില് പറയാൻ നമ്മുടെ മക്കള് വരും. കാരണം എന്താ? സ്കൂളിൽ പഠിപ്പിക്കാത്ത
സിലബസിൽ പഠിപ്പിക്കാത്ത എല്ലാ കൾച്ചറൽ ആയിട്ടുള്ള എല്ലാ ഉപാധികളും ഉപയോഗിച്ചിട്ട് ഇതാ തലയിൽ കയറ്റുക. ഇത് നമ്മളോട് നമ്മുടെ അടുത്ത തലമുറ നിങ്ങളൊന്നും പറയുന്നതല്ല ചരിത്രം എന്ന് പറയുന്ന തരത്തില് സംസ്കാരത്തെ വളഞ്ഞു പിടിച്ചിട്ടുള്ള പ്രവർത്തനമാണ് നടത്തുന്നത്. അതുകൊണ്ട് വലിയൊരു ഐക്യമുന്നണി ഇതിനെതിരെ അത്യാവശ്യമാണ്. ഐക്യമുന്നണി എന്ന് പറഞ്ഞാൽ ഈ രാഷ്ട്രീയ പാർട്ടികളുടെ മുന്നണി ഒന്നല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. രാഷ്ട്രീയ പാർട്ടികൾ ഇപ്പം നമുക്ക് ഇവിടെ നിന്ന് വിചാരിച്ചിട്ട് ഇവരും കൂടി പ്രവർത്തിക്കണമെന്നൊന്നും പറഞ്ഞാൽ നമുക്ക് നടക്കുന്ന കാര്യമല്ലത്. നമുക്ക് നമ്മുടെ കയ്യിലുള്ള കാര്യമല്ല. അവരാണെങ്കിൽ ഈ പറഞ്ഞ മാതിരി ഒരു മൂട സ്വർഗത്തിൽ ഇന്ത്യയുടെ ചരിത്രം നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. നട്ടല്ലി കൂടെ ഈ ചക്രം കയറുമ്പോൾ മാത്രം ഞെട്ടി ഉണരുന്ന ഒരു ബോധം ഇന്ത്യയുടെ എവിടെയോ കിടന്ന് കളിക്കുന്നുണ്ട്. അപ്പൊ നട്ടല്ലി ചക്രം കയറുന്നത് നോക്കി നിൽക്കുകയാണ് ഈ പറയുന്ന മനുഷ്യർ. അതല്ലാതെ ഒരു സാംസ്കാരിക ഐക്യമുണ്ട്, മനുഷ്യർ തമ്മിൽ ഐക്യമുണ്ടി ഉണ്ടാക്കുന്നതിൽ എന്ത് തടസ്സമുള്ളത്? നമ്മുടെ ഒരു വലിയ പ്രശ്നം എന്ന് പറഞ്ഞാല് നമുക്ക് ഈ പറയുന്ന പല അഭിപ്രായ വ്യത്യാസങ്ങളുള്ള മനുഷ്യരാണ്. പക്ഷെ ഒന്നിച്ചിരുന്നാൽ ഈ അഭിപ്രായ വ്യത്യാസം 4 ദിവസം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇതൊക്കെ പോവും. RSSും BJPയും ഈ ഹിന്ദു പരിഷത്തും ബാസിസും ഒക്കെ പോവും. നമ്മൾ തമ്മിലുള്ള വ്യത്യാസം രൂക്ഷമായി ഇങ്ങനെ കണ്ടുപിടിച്ചുകൊണ്ടിരിക്കും. അപ്പൊ അതുകൊണ്ട് ഒരു മിനിമം പ്രോഗ്രാം, കൾച്ചറൽ പ്രോഗ്രാം എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ടാണ്. കേരളത്തിൽ ഇത് വരില്ല എന്ന് വിചാരിച്ചിരിക്കുന്ന ഒരു മൂഢ സ്വർഗ വിശ്വാസത്തിന്റെ പുറത്തു കൂടിയിട്ടാണ് നമ്മൾ ഈ TK നടത്തുന്നത്. ബിഡ് ഫോർ ബംഗാൾ എന്ന് പറഞ്ഞൊരു ഡോക്യുമെന്ററി ഉണ്ട്. ബിഡ് ഫോർ ബംഗാൾ എന്ന് പറഞ്ഞ ഡോക്യുമെന്ററിയിൽ വളരെ കൃത്യമായി കാണിക്കുന്നുണ്ട്. എന്ന് പറഞ്ഞാല് അതുവരെ BJP ഇല്ല. RSSന്റെ അടിയിൽ RSS ഉണ്ട്. ഒരു പ്രത്യേക ഒരു എലക്ഷനില് പെട്ടെന്ന് ഇങ്ങനെ പൊട്ടിവിടുക. അപ്പോ അത് അവർക്കുടേതായിട്ടുള്ള ഒരു എഞ്ചിനീയറിംഗ് ഉണ്ട്. ഇവിടെ ചാൾസ് സംസാരിച്ചപ്പോ പറയണ്ടായി അവരുടെ സോഷ്യൽ എഞ്ചിനീയറിംഗ് ഉണ്ട്. സോഷ്യൽ എഞ്ചിനീയറിംഗിന്റെ ഫലമായിട്ട് അവര് മുർമുവിനെ കയറ്റിയിരുത്തി. 2014 ഞാനത് കൂടി പറഞ്ഞു നിർത്താം. 2014 കഴിഞ്ഞിട്ടുള്ള പിന്നത്തെ ഇലക്ഷൻ, രണ്ടാമത്തെ മോഡി ഗവൺമെന്റിന്റെ ഇലക്ഷന്റെ കാലത്ത് ജിഗ്നേഷ് മേവാനി അന്നൊരു ട്വീറ്റ് ഇട്ടു. നിങ്ങൾ ശ്രദ്ധിച്ചു കാണുന്നത്, ഇന്ത്യയിലെ ദളിത് പാർട്ടി BJP എന്നാണ് അതിൽ പറഞ്ഞിരുന്നത്. എന്ന് പറഞ്ഞ കരയാണ് അദ്ദേഹം. എന്തുകൊണ്ടാണ് ദളിതരെ വോട്ട് ചെയ്തത്? കാരണം ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ദളിത് MP-മാരെ ഒരു പാർട്ടി ഉണ്ടാക്കിയത് ആ ഇലക്ഷനിലാണ്. അപ്പോ ഓരോരുത്തർക്ക് റെപ്രസെന്റേഷൻ കൊടുക്കുന്നു അല്ലെ. ദ്രൗപദി മുർമുവിനെ കയറ്റിയിരുത്തി. മോഡി തന്നെ പിന്നോക്കക്കാരനാണ്. സ്ത്രീ പ്രാതിനിധ്യം എന്ന് പറഞ്ഞാൽ ഇന്ത്യയിലെ ധനമന്ത്രി സ്ത്രീയാണ്. ഇങ്ങനെ വളരെ കൃത്യമായി ഈ പറയുന്ന സോഷ്യൽ എഞ്ചിനീയറിംഗ് ഒക്കെ നടത്തി അതിൻ്റെ ഉള്ളിൽ കൂടി ഇവരൊക്കെ ടോക്കണാക്കി നിർത്തി വലിയ ഹൈപ്പർ മാർക്കറ്റ് പൊളിറ്റിക്സ് എന്ന് പറയും. ഹൈപ്പർ മാർക്കറ്റ് വന്നാൽ ചുറ്റുമുള്ള ചെറിയ കട ഇല്ലാതാവുന്ന പോലെ ആ മായാവതിയെ ഇല്ലാതാക്കി എന്ന് പറഞ്ഞാൽ ദളിത് ഹിസ്റ്ററി മുഴുവൻ ഇല്ലാതാക്കി. ദളിത് പക്ഷെ അവിടെ റെപ്രസെന്റേഷൻ ആയിട്ട് ഇരുത്തുന്നു. ഇന്ത്യയിലെ എല്ലാ ദളിത് പാർട്ടിയെയും കൊന്നു കളഞ്ഞ പാർട്ടിയാണ് അല്ലെ. അംബേദ്കറുടെ റിപ്പബ്ലിക്കൻ പാർട്ടി പോയി, ദളിത് പാന്തേഴ്സ് പോലുള്ള പാർട്ടി എങ്ങനെ വന്ന പാർട്ടിയാണ്. അവസാനം ശിവസേനയുടെ കൂടെ ഒരു ഘടകം ശിവസേനയുടെ കൂടെ പോയി. അപ്പൊ ഇങ്ങനെ ഓരോ പാർട്ടിയെയും ഇവർക്കെതിരെ നിൽക്കുന്ന ഓരോരുത്തരെയും അവരെ ഏറ്റെടുക്കുകയും അവരെ ടോക്കൺ ആയി മാറ്റുകയും എന്നാൽ അവരുടെ യഥാർത്ഥ പൊളിറ്റിക്സിനെ ഈ ഹൈപ്പർ മാർക്കറ്റ് വലിച്ചെടുക്കുന്ന പോലെ ഇല്ലാതാക്കുകയും ചെയ്യുന്ന ഒരു മോൺസ്റ്ററസ് ആയിട്ടുള്ള പൊളിറ്റിക്സ് ആണ് നടക്കുന്നത്. അപ്പൊ അതുകൊണ്ട് അതിനെതിരെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നുള്ളത്, നമുക്ക് ജനങ്ങൾക്കിടയിൽ എന്ത് കോമൺ സെൻസ് അതിനെതിരെ ഉണ്ടാക്കാൻ പറ്റുന്നുള്ളത് ആണ് യഥാർത്ഥത്തിൽ TKയോട് ചെയ്യാനുള്ള ഒരു പ്രധാനപ്പെട്ട സ്മരണ. ആ TKയോടുള്ള സ്മരണ മാത്രമല്ല, RSSന്റെ 100ാം കൊല്ലത്തിൽ അത്രയെങ്കിലും കുറച്ചെങ്കിലും എക്സ്പോസ് ചെയ്യാൻ നമുക്ക് സാധിക്കണം. അത് TK പോലെ, MN വിജയനെ പോലെ, KN പണിക്കരെ പോലെയൊക്കെ ഒരുപാട് തരത്തിലുള്ള സംഭാവനകൾ ചെയ്തിട്ടുള്ള മനുഷ്യരുടെ ആ തോട്ട് മുന്നോട്ട് കൊണ്ടുപോകുന്നതിന്റെ ഭാഗം കൂടിയാണ് എന്ന് വിശ്വസിക്കുന്നു. നന്ദി.